കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സക്സസ് സ്റ്റോറി എപ്പിസോഡിൽ രുചികളുടെ ലോകത്തേക്കൊന്ന് സഞ്ചരിക്കാം. രുചികളാണല്ലോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും രസമുള്ളൊരു കാര്യം. മലബാറിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് ലോകത്ത് മുഴുവൻ ഒരു വലിയ പ്രചാരം നേടിയ ഒരു ഭക്ഷണ സംസ്കാരമാണ് മലബാറിനുള്ളത്. ഏതു മനുഷ്യരും മലബാറിൻ്റെ രുചി അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ രുചിയുടെ ലോകത്തേക്ക് കടന്നു വന്ന ഒരു കുടുംബമാണ് ഇന്ന് നമ്മോടൊപ്പം ചെയ്യുന്നത്. ടേസ്റ്റ് ഓഫ് മലബാർ. നമ്മളിത് ഈ ടേസ്റ്റ് ഓഫ് മലബാർ എന്ന ആ ഒരു കാറ്ററിംഗ് യൂണിറ്റിനെ ശ്രദ്ധിക്കാൻ കാരണം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകൻ്റെ വിവാഹം കാറ്ററിംഗ് നടത്തിയപ്പോഴാണ് ഈ ടേസ്റ്റ് ഓഫ് മലബാർ എന്ന രുചിയുടെ ലോകം ഒന്നറിയാൻ നിങ്ങൾ ശ്രമിച്ചത്. അന്ന് ഏതാണ്ട് 1,00,000 പേർ ആ വിവാഹ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അതിൻ്റെ അടിവേര് കണ്ണൂരിലാണെന്ന് മനസ്സിലാകുന്നത്. അതിൻ്റെ അമരക്കാരൻ ഉമ്മർ പാറപ്പുറത്ത്, അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അതിലേറെ രസവും അത്ഭുതകരമായി തോന്നി. പഴയങ്ങാടിയിലെ ഒരു ബന്ധുവീട്ടിൽ വീട്ടുജോലിക്കാരനായി എത്തുക, അത് കഴിഞ്ഞ് ബേക്കറി നടത്തുക, 25 കിലോമീറ്ററൊക്കെ ബ്രെഡെല്ലാം ചുമന്ന് നടന്ന് വിൽക്കുക. അങ്ങനെ കാറ്ററിംഗ് രംഗത്ത് 3-3.5 പതിറ്റാണ്ട് കാലം സ്ഥാനമുറപ്പിക്കുക. ഇന്ന് ഏതാണ്ട് 300-ലേറെ പേർക്ക് തൊഴിൽ നൽകി. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഭക്ഷണ സംസ്കാരത്തിൻ്റെ തലപ്പത്ത് അദ്ദേഹമുണ്ട്. അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് മകൾ ഷംന സുൽത്താനുണ്ട്. ഷംന അങ്ങ് അറബി രാജ്യത്ത് ദുബായിൽ ഇരുന്നുകൊണ്ടാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. ഉപ്പയുടെ ബിസിനസ്സിൻ്റെ IT ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൈകാര്യം ചെയ്യുന്ന ഷംനിൽ, അതുപോലെ തന്നെ പിതാവ് ഉമ്മറും ഇന്ന് സക്സസ് സ്റ്റോറിയിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ആ കുടുംബ പശ്ചാത്തലം, അവർ കടന്നു വന്ന വഴികൾ, ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തും വളർന്നു പന്തലിച്ച ടേസ്റ്റ് ഓഫ് മലബാറിൻ്റെ വളർച്ചയുടെ വഴികൾ തേടുകയാണ് സക്സസ് സ്റ്റോറി ഈ എപ്പിസോഡ്. പ്രേക്ഷകർക്കും ഒപ്പം ഉമ്മറിനും സുൽത്താനക്കും സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷമൊക്കെ? ഞങ്ങൾ ഈ സക്സസ് സ്റ്റോറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ കടന്നു വന്ന വഴികൾ തേടി പോകുക എന്നുള്ളതാണ്. അപ്പോൾ താങ്കളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു വീട്ടുജോലിക്കാരൻ, അതുപോലെ വീട്ടിലെ ജോലിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും ആ കുടുംബത്തിലെ ഏറ്റവും ഒരു വീട്ടിലെ ജോലിക്കാരൻ എല്ലാ പണിയും എടുക്കുന്ന വ്യക്തിനായിരുന്നു. അറബ് രാജ്യങ്ങളിലാണ് അത് ഏറ്റവും കൂടുതൽ ഗദ്ദാമ എന്നൊക്കെ അറിയപ്പെടുന്നത്. നമ്മുടെ പഴയങ്ങാടിൻ്റെ ഒരു ബന്ധുവീട്ടിൽ ജോലിക്കാരനായിട്ട് എത്തുക, അതിനുശേഷം ചെയ്യാത്ത പണികളില്ല അല്ലേ? കേട്ടെടുത്തോളം ബന്ധുവീട്ടിലെ സഹായി, ബേക്കറി തൊഴിലാളി, ടൈൽസ് പണി, ബേക്കറി കച്ചവടം, അങ്ങനെ തുടങ്ങി ടേസ്റ്റ് ഓഫ് മലബാറിൻ്റെ അമരത്തെത്തിയിരിക്കുന്നു. എങ്ങനെയാണ് തുടക്കം? എങ്ങനെ പഴയങ്ങാടിയിലെത്തി? പഴയങ്ങാടിയിലെത്തിയെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത ബന്ധുവിൻ്റെ വീട്ടിൽ ആളില്ലാത്തതിൻ്റെ പേരിൽ അവിടെ ഒരു സഹായിയായിട്ട് വന്ന് പിന്നീട് അവിടെ എത്ര വർഷം മുമ്പാണ് പഴയങ്ങാടിയിൽ? ഒരു 4 വർഷത്തോളം ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ വീട്ടിൽ ചെയ്ത ജോലി? എല്ലാ ജോലിയും ചെയ്ത്, അത് അങ്ങനെ ഒരു പണിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിക്കാരനല്ല, എന്നാലും ഞാൻ അവിടുത്തെ ഒരു വലിയൊരു സഹായി ആയിരുന്നു. എത്ര കാലം? 4 വർഷത്തോളം. 4 വർഷം. 4 വർഷത്തെ വീട്ടു ജോലിക്കാരൻ. എത്ര വയസ്സിൽ അവിടെ എത്തി? 13 വയസ്സ്? 14 വയസ്സിൽ. അത് കഴിഞ്ഞ് അതിനുശേഷം ഞാൻ എൻ്റെ ഈ ഒരു ഉഷാറ് കണ്ടിട്ട് അടുത്തൊരു PMC അബ്ദുള്ള എന്ന് പറഞ്ഞിട്ട് ഒരു പ്രമുഖ ഒരു കച്ചവടക്കാരനുണ്ട്. അദ്ദേഹം നിരന്തരം എന്നെ വിളിക്കും, നീ അവിടെ നിൽക്കണ്ട, നീ എൻ്റെ കൂടെ വാ, എൻ്റെ കൂടെ വാ, നീ വീട്ടുപടി ഉപേക്ഷിക്കൂ, എന്നോടൊപ്പം പോയി സ്നേഹപൂർവ്വം. അവിടെ എത്തിയപ്പോൾ എനിക്ക് നേരത്തെ അറിയുന്നൊരു കുടുംബം. ആ കുടുംബത്തിൽ 9 മക്കളുണ്ട്. ആ 9 മക്കളിൽ ഒരാളായി തന്നെ എന്നെ 9.5 വർഷം. അപ്പോൾ 10ാമത്തെ മോനായിട്ട് നിങ്ങൾ അഡോപ്റ്റ് ചെയ്തു? തീർച്ചയായും. അദ്ദേഹത്തോടൊപ്പം തന്നെ എൻ്റെ സഞ്ചാരം, അദ്ദേഹത്തിൻ്റെ ഭാര്യ മുത്താറി BV എന്ന് പറയുന്നത്, അവർ എന്നെ ഒരു മകനെ പോലെ തന്നെ കണ്ട് ഈ അടുത്ത് ആണ് മരിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹം മരിച്ചപ്പോഴും കൊണ്ടുപോയത് ബേക്കറി പണി ആദ്യം എടുക്കുകയും പിന്നീട് പെട്ടെന്ന് അന്ന് ആദ്യ ആ കാലത്ത് ഈ റൊട്ടിയും പിന്നെ അതേപോലെ മിക്സർ, ബന്ന് ഇതെല്ലാം തലയിൽ വെച്ചിട്ട് കൊണ്ടുപോകണം. അപ്പോൾ പെട്ടെന്ന് ഒരാൾ ലീവായപ്പോൾ പകരക്കാരനെ എന്നെ അവിടത്തേക്ക്. അങ്ങനെ ഞാൻ അന്ന് ചെറിയ പ്രായത്തിൽ തന്നെ വളരെ ഉഷാറായിട്ട് കച്ചവടം ചെയ്തതിൻ്റെ ഒരു സ്ഥിരം ജോലിക്കാരൻ. ഇപ്പോൾ അടുത്ത കാലത്താണ് ഞാൻ ഈ കൊറോണക്കും തൊട്ട് മുന്നേ ഞാൻ സഞ്ചരിച്ച വഴിയിലേക്ക് കൂടി ഞാൻ എൻ്റെ വാഹനം എടുത്തിട്ട് യാത്ര ചെയ്തപ്പോൾ 25 കിലോമീറ്ററിലധികം ദൂരമുണ്ടെന്ന് എനിക്ക് ഡ്രൈവ് ചെയ്ത് പോയപ്പോൾ 25 കിലോമീറ്റർ നടന്ന് റൊട്ടിയും മിച്ചറും വിറ്റൊരു ബാല്യമാണ് താങ്കൾക്ക്. തീർച്ചയായും. ആ പണി എത്ര കാലം എടുത്തു? അത്
മൊത്തത്തിൽ 9.5 വർഷമാണെങ്കിലും ആ കാലത്ത് എൻ്റെ അടുത്ത സുഹൃത്തുക്കളായ ഒരുപാട് ആൾക്കാർ ഒരുപാട് യൂണിവേഴ്സിറ്റി ബിരുദം നേടാൻ പോയപ്പോൾ ഞാൻ റൊട്ടി തലയിൽ വെച്ച് പോവുകയായിരുന്നു. ഇന്ന് ആ കോളേജിലെല്ലാം തന്നെ മുഖ്യധാര ഒരു കാറ്ററിംഗുകാരനായിട്ട് ഞാൻ. നിങ്ങൾ ഈ പഴയങ്ങാടി എവിടം വരെയാണ് നടന്നത് ആ കാലത്ത്? അന്ന് പഴയങ്ങാടി ചൂട്ടാട് മുതൽ പഴയങ്ങാടി പുതിയങ്ങാടി ചൂട്ടാട് മാട്ടൂര് തിരിച്ച് അതേപോലെ ചില വഴികളിലേക്ക് കൂടി തിരിച്ചു വരണം. പൈസ തിരിച്ചു വരുമ്പോഴാണ് കിട്ടുക. അതൊരു വലിയൊരു ജീവിതം. ഉമ്മാന്റെ പേര് മുഹമ്മദ് എന്നും ഉമ്മാന്റെ ഫാത്തിമ. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 8 മക്കളാണ്. 8. നിങ്ങൾ എത്രാമത്തെ ആളാണ്? ഞാൻ എൻ്റെ ഉമ്മാക്ക് ചെറിയ മകനം. എൻ്റെ 2.5 വയസ്സിൽ എൻ്റെ മാതാവ് മരിച്ചിട്ടുണ്ട്. 2.5 വയസ്സിൽ ഉമ്മ നഷ്ടപ്പെട്ടു. ആ ബാല്യത്തിന്റെ ദുരിതമായിരിക്കും പഴയങ്ങാടിയിലേക്ക് കുടിയേറേണ്ടി മൈഗ്രേറ്റ് ചെയ്യേണ്ടി വരുന്നത് അല്ലേ? ഉപ്പ വേറെ വിവാഹം കഴിച്ചു. അതിന് 4 മക്കൾ. അതിന് മക്കൾ. അപ്പൊ മൊത്തം എത്ര പേരുണ്ട് നിങ്ങൾ സഹോദരങ്ങൾ? 8 പേരുണ്ട്. 8 പേര്. 8 പേര്. 2 കുടുംബത്തിലും കൂടി 8 പേര്. സഹോദരങ്ങളൊക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? എല്ലാം വിദേശത്തുണ്ട്, നാട്ടിലുണ്ട്. പഠനം എങ്ങനെയായിരുന്നു? പഠനം വളരെ സാഹചര്യം കൊണ്ട് വളരെ കുറവാണ്. നായനാർ വരെ 4ാം ക്ലാസ്സിൽ പഠിച്ച കഥ എല്ലാവരും 4ാം ക്ലാസ്സുകാരാണ് രാജ്യം ഭരിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എവിടം വരെ സ്കൂളിൽ പോയി? അപ്പൊ പിന്നെ പറയാ 4ാം ക്ലാസ് പഠിച്ച ഒത്തിരി ലീഡർഷിപ്പിലുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കൾ നമുക്ക് 4ാം ക്ലാസ്. വായന ഉണ്ടായിരുന്നു. എന്താണ് വായനയിലേക്ക് 4ാം ക്ലാസ്സുകാരനെ എങ്ങനെ വായിക്കാനുള്ള ഒരു പ്രചോദനം? നാം അറിഞ്ഞോട്ടെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വായനശാലയിൽ ഇരിക്കുകയും എന്നോട്. ഏതാണ് വായനശാല? പഴയങ്ങാടിയിലല്ല. വായനശാലയുടെ പേരെന്താ? പഴയങ്ങാടി അന്ന് ഗ്രന്ഥാലയം അതിന്റെ പേര്. അവിടുന്ന് അങ്ങനെ ഇരുന്ന് വായിക്കും. പിന്നെ എല്ലാ സമയത്തും എൻ്റെ കൂടെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ ഏറ്റവും ആദ്യം വായിച്ച പുസ്തകം ഏതാണ്? അത് ആദ്യകാലത്ത് ഏറ്റവും താല്പര്യമുള്ള വൈക്കം മുഹമ്മദ് ബഷീർ. ഞാൻ വൈക്കം മുഹമ്മദ് ബഷീർ ഭയങ്കര ആരാധനയാണ്. ഇപ്പോഴും എൻ്റെ അടുത്ത് വലിയൊരു ഫോട്ടോ ഉണ്ട്. അദ്ദേഹത്തിന് ഞാൻ പെയിന്റിങ് ചെയ്തിട്ടുള്ള. പിന്നെ അത് നൗഷാദ് എന്നിട്ട് എൻ്റെ അടുത്ത് കൊച്ചിയിലെ എൻ്റെ സുഹൃത്താണ്. അവൻ ഭയങ്കര പെയിന്റിങ് ആണ്. അപ്പോൾ അവനെ കൊണ്ട് ഞാൻ വരപ്പിച്ച ഗ്രാമഫോൺ ഇതെല്ലാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആരാധകരാണ്. 4ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളപ്പോഴും ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകങ്ങൾ എല്ലാം വായിച്ചിട്ടുണ്ട്. ഒരുവിധമുള്ള പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട്. പിന്നീട് എൻ്റെ ചിന്തകളൊക്കെ മാറ്റാൻ KP കേശവൻ നാം മുന്നോട്ട് എന്നുള്ള പുസ്തകങ്ങൾ, അതുപോലെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ. കേശവൻ നാം മുന്നോട്ട് എന്ന പുസ്തകമാണ് പ്രചോദനം നൽകിയത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ. ചിന്തകൾക്കെല്ലാം മാറ്റം വരുത്തിയത് ഈ ഷംന സുൽത്താന. ഉപ്പാന്റെ കൂടെ എത്ര വർഷമായി ഈ ബിസിനസ് രംഗത്തേക്ക് വന്നിട്ട്? 10-15 വർഷത്തോളം ഉപ്പാന്റെ. എന്റെ MBA കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ചും കൂടി ഒഫീഷ്യലി കാറ്ററിംഗിന്റെ. എന്തൊക്കെയാണ് ഷംന ചെയ്യുന്ന കാര്യങ്ങൾ? എന്തൊക്കെയാണ്? ഞാനിപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കാര്യങ്ങളൊക്കെയാണ്. ഉപ്പാന്റെ ടേസ്റ്റ് ഓഫ് മലബാർ എന്നുള്ള ആ ബ്രാൻഡ് ഡിജിറ്റൽ ചെയ്യുന്നു. എവിടെയൊക്കെ? ദുബായിൽ ഇരുന്നു കൊണ്ട് കേരളത്തിൽ ചെയ്യുന്നു. എന്റെ ബ്രദറും സിസ്റ്ററും ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. സഹോദരങ്ങളുടെ 2 പേര് പേരെന്താ? മൂത്താള് നാസില, രണ്ടാമത്തെ ആള് ഷാനിയർ. അവള് കുവൈറ്റിലാണ്. മൂത്താള് ഇവിടെ തന്നെയാണ്. നിങ്ങൾ 3 പേരാണ്? 3 മക്കളാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ. ഈ നിങ്ങൾ ഉമ്മറങ്ങനെ ഈ ബേക്കറി കാലഘട്ടം കഴിയുന്നു. വായന കയ്യോ കൂടെ കൊണ്ടു നടക്കുന്നു. വായനയിൽ നിന്ന് ഈ പറയുന്ന എഴുത്തുകാരല്ലാതെ വേറെ പ്രിയപ്പെട്ട എഴുത്തുകാരാണ്? MT അതുപോലെയുള്ള സമകാലിക എഴുത്തുകാർ, ഒരു കാലഘട്ടത്തിന്റെ എഴുത്തുകാരൊക്കെ ഞാൻ. ഏറ്റവും ഹൃദയസ്പർശിയായിട്ട് ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏത് പുസ്തകമാണ് മനസ്സിൽ എപ്പോഴും ഒരു ടച്ചിങ് ആയിട്ട് വരുന്നത്? ഒന്നൊന്ന് പറഞ്ഞുകൂടാ. എല്ലാ പുസ്തകവും ഞാൻ ഇഷ്ടപ്പെടുന്നതാണ്. മതിലുകളൊക്കെ ലോക സാഹിത്യത്തിൽ എനിക്ക് തന്നെ ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തിയ ജയിലിൽ ഈ ഒരു നാരായണിയും എന്ന് പറയാൻ അത്രയ്ക്കും ഉണ്ടാവില്ല. അതിനെപ്പറ്റി ഒന്ന് ചോദിക്കണ്ട. അത്രയും ഇഷ്ടമാണ്. അപ്പൊ 25 കിലോമീറ്റർ നടന്നുള്ള ബ്രെഡ് കച്ചവടം അല്ലെങ്കിൽ റൊട്ടി കച്ചവടവും മിച്ചർ കച്ചവടവും കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടാണ്? പിന്നീട് ഞാൻ ഈ മൊസൈക്കിന്റെ ചിപ്സിന്റെ എല്ലാം പണിക്കാണ്. ഈ 9 വർഷം ഇത് വിറ്റല്ലോ, ഈ റൊട്ടിയും മിച്ചറും വിറ്റല്ലോ. ആ യാത്രക്കിടയിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം. എത്ര വർഷം മുമ്പാണ് ആലോചിക്കണം? 30 വർഷം മുമ്പാണ്, 40 വർഷം മുമ്പ് അല്ലെ? 40-45 വർഷം മുമ്പാണ്, 1/2 നൂറ്റാണ്ട് മുമ്പാണത്. ആ കാലഘട്ടത്തിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, ഇപ്പോൾ പഴയങ്ങാടി പോലുള്ള ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു മേഖലയിൽ നല്ല ഏറ്റവും യാഥാസ്ഥിക ഒരു കമ്മ്യൂണിറ്റികളുള്ള മേഖലയാണ്. ആ കാലഘട്ടത്തിലെ ജീവിതത്തിന്റെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന അനുഭവം ഇപ്പൊ ഒരിക്കലും മറക്കൂല. ഈ റൊട്ടി ഇങ്ങനെ വിറ്റ് നടക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഏത് മനുഷ്യനും ഉണ്ടാവും. അനുഭവം ഞാനിപ്പോൾ അടുത്ത കാലത്തും പോയിട്ട് കണ്ടപ്പോൾ ഞാനൊരു ഡ്രൈവറും അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരു സഞ്ചാരിയും കൂടി പോയ സമയത്ത് ഞാൻ ആ പോയ സ്ഥലത്ത് പോകുമ്പോൾ ഒരു തെങ്ങിന്റെ ചോട്ടിൽ ചെരുപ്പിടാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരു തെങ്ങിന്റെ ചോട്ടിൽ നിന്ന് മറ്റൊരു തെങ്ങിന്റെ ചോട്ടിലേക്ക് ഞാൻ ഓടുകയായിരുന്നു.
ഞാനിപ്പോൾ അടുത്ത ഒരു മാസം മുന്നെയാണ് എൻ്റെ കൂടെ ഒരു 14 വർഷമായിട്ട് ജോലി ചെയ്യുന്ന അവന് ഞാൻ പറഞ്ഞത് ഞാൻ ഈ സ്ഥലം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു വീട്ടിലേക്ക് പോയതാണ്, ബന്ധപ്പെട്ട ഒരു വീട്ടിലേക്ക്. റൊട്ടി വിൽക്കാൻ പോകുമ്പോ കാല് കൊള്ളാതിരിക്കാൻ ഒരു തെങ്ങിന്റെ ചുവട്ടിൽ നിന്ന് അടുത്ത തെങ്ങിന്റെ ചുവട്ടിലേക്ക് ഓടലാണ്. അത്രയും തിക്താനുഭവങ്ങൾ, അങ്ങനെ വേറെ അത്രയും അനുഭവങ്ങളാണ്. അത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം. അതൊന്നും വേറെ, കാരണം ആ കാലഘട്ടത്തിൽ ഓർമ്മ പങ്കുവെക്കാൻ ആളില്ലല്ലോ. നിങ്ങൾ പറഞ്ഞാലല്ലേ ജനം അറിയുള്ളൂ. അല്ല, ഉപ്പ പറഞ്ഞു കേട്ടത് പണ്ട് കൂടുതലും പ്രവാസികൾ അവിടെ കൂടുതലായിട്ട് പ്രവാസികളുടെ നാടായിരുന്നല്ലോ. അപ്പൊ അവിടെ കൊണ്ടിരുന്ന സാധനങ്ങളെ കുറിച്ചും മറ്റൊക്കെ ഇപ്പൊ കണ്ട ഓർമ്മകൾ അതൊന്ന് പറയൂ, കേൾക്കട്ടെ. അല്ല, അന്ന് ഗൾഫിലെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ദുബൈയിലെ ടാപ്പ് റിക്കാർഡ് വെക്കുക, അതുപോലെ തന്നെ ലുങ്കി വെക്കുക. ഞാനല്ല, മറ്റുള്ള അങ്ങനെ ദുബായിൽ കൊണ്ടുവന്ന് വിൽക്കുന്നു പുതിയ കാലഘട്ടത്തിൽ. തീർച്ചയായിട്ടും. പിന്നെ അതേപോലെ തന്നെ സ്പ്രേ, കാസറ്റ്, സാധാരണ നമ്മുടെ ഈ ഇടുന്ന കാസറ്റ്, ഇതൊക്കെയാണ് അന്നത്തെ വ്യത്യാസം. ഇപ്പോൾ ഒരു ദുബൈയിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ അന്നത്തെ കച്ചവടം ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ ഫോറിൻ സാധനങ്ങൾ വാങ്ങി വെക്കുന്ന ടേപ്പ് റിക്കാർഡ് എന്തെല്ലാം സാധനം വിൽക്കാനുണ്ട് എന്ന് നോക്കിയിട്ട് ഓരോ വീട്ടിലേക്കും ഓരോരുത്തർ വരും സ്ഥിരമായിട്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് പറയും, അതൊക്കെ. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് വിസ കച്ചവടം അങ്ങനെ. വിദേശത്തൊന്നും പോകാൻ തോന്നിയില്ലേ ഈ റൊട്ടി വിൽക്കുന്ന കാലത്ത്? വിദേശത്ത് പോകാൻ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ട ഒരു കാലം, ഞാൻ പാസ്പോർട്ട് എടുക്കുന്ന ഒരു 3 മാസത്തെ ഗ്യാപ്പായിരുന്നു. 18 വയസ്സ് ഏകദേശം ആയ സമയത്ത് മീശയെല്ലാം വരച്ചിട്ട് പാസ്പോർട്ട് എടുത്തു. സ്റ്റുഡിയൊക്കെ വരച്ചിട്ടെല്ലാം എടുത്ത്. പക്ഷെ ആ ഒരു കിട്ടുന്ന ടൈമാണ് ഏറ്റവും വലിയ സ്വപ്നങ്ങൾ ഉണ്ടായത്. എൻ്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തണം, മറ്റുള്ള അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ. പാസ്പോർട്ട് കിട്ടിയപ്പോൾ കിട്ടുന്നത് വരെ, കിട്ടിയതിന് ശേഷം ആ കിട്ടുന്ന ഗ്യാപ്പ് വന്നതുകൊണ്ട് എന്ത് ചെയ്ത് പിന്നെ വിസ വേറെ ആൾക്കോ കൊടുക്കേണ്ടി വന്നു ആ ഗ്യാപ്പ്. അതിനുശേഷം ഞാൻ അങ്ങനെ മടക്കി വെച്ച് പിന്നീട് വേറൊരാൾ വിസ തരുമ്പോഴത്തേക്ക് ഇതിൻ്റെ 5 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ കാലാവധി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ മടക്കിയത്. പക്ഷെ അന്നേരം ഞാൻ എന്ത് കണക്കാക്കി, ഞാൻ നാട്ടിൽ നിന്നുകൊണ്ട് അധ്വാനിച്ചിട്ട് ഒരു മുഖ്യധാര അല്ലെങ്കിൽ ഒരു കുറേ ആൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം തുടങ്ങണം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തകൾ. പക്ഷെ അന്ന് ചിന്തിക്കാണ്ടില്ല. അങ്ങനെയാണ് ഈ മുതലാളിൻ്റെ മകൻ എന്നോട് പറയുന്നത്, നീ ഇതിൽ കച്ചവടം ചെയ്തോ. അതിൽ ഞാൻ കച്ചവടം ചെയ്തു, ഫ്രൂട്ട്സ് കച്ചവടം, ഫ്രൂട്ട്സ് ബേക്കറി, ഫ്രൂട്ട്സ്, അങ്ങനെ പല കച്ചവടങ്ങളും ചെയ്തു. ഷംന സുൽത്താന, ഉപ്പ കടന്നു വന്ന വഴികൾ നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം ഏതാണ്? കാരണം ഉപ്പ ഇതിങ്ങനെ പറയുമ്പോൾ ആയാലും ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളോട് ഇത് കഥകളൊക്കെ കേട്ടിട്ടും ഉപ്പ വായിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഉപ്പ അധികവും ഈ കിട്ടുന്ന പേപ്പർ, ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ട്രെയിൻ യാത്ര ചെയ്യുകയാണെങ്കിൽ ഉപ്പ ആദ്യം പോയിട്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു ബുക്ക് വാങ്ങിക്കും. അത് വല്ല മനോരമന്റെ എന്തെങ്കിലും ഒരു ബുക്ക് ഉപ്പാന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. ഉപ്പാന്റെ വായന കിട്ടിയിട്ടുണ്ടോ? വായിക്കാറുണ്ട്. അപ്പോൾ പണ്ടേ വായിക്കുന്ന ഒരു ശീലത്തില് നമ്മൾക്ക് ഇപ്പം ബഷീറിന്റെ ഫോട്ടോ എന്ന് ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു പെയിന്റിങ്, അതൊക്കെ ഞങ്ങളും കണ്ടു വളർന്നതാണ് ആ ചിത്രം. എത്രയോ വർഷങ്ങളായിട്ട് ഷംനയുടെ ജീവിതത്തിൽ ഉപ്പ കടന്നു വന്ന വഴികൾ നിങ്ങളോട് സംബന്ധിച്ചിട്ടുണ്ടല്ലോ. എപ്പോഴും സങ്കടം തോന്നുന്ന ഒരു വഴിയാണ് ഇപ്പൊ ഇത് ഇപ്പൊ പറയുന്ന സമയത്തിന് നിങ്ങൾ പറഞ്ഞല്ലോ ഉപ്പ ഒരു അനുഭവം പറയുന്നു പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് അതാണ്. ആ തീരമണലില് ഉപ്പ പിന്നെ വേറെന്താണ് ഉപ്പ പറഞ്ഞതല്ലാതെ മനസ്സിൽ ടച്ചിങ് ആയിട്ട് നിൽക്കുന്ന ഉപ്പാന്റെ കാര്യങ്ങൾ ഇതന്നെ. ഉപ്പ അതായത് നമ്മൾ മംഗലാപുരത്തൊക്കെ പോയിട്ടുണ്ട്, അപ്പം പ്ലാറ്റ്ഫോമിൽ കടന്നിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. കാരണം പലപ്പോഴായിട്ടും ഈ പേപ്പറൊക്കെ വിരിച്ച് കടന്ന് ഉറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതേ ഉപ്പ ഇപ്പം കൊച്ചിയിലൊക്കെ പ്ലാറ്റ്ഫോമിൽ എന്ന് പറഞ്ഞാൽ നേരെ വരുന്നത് എയർപോർട്ടിൽ നിന്നായിരിക്കും. ആ ഒരു മാറ്റം വിദേശ യാത്രകൾ കഴിഞ്ഞ് അതേ പ്ലാറ്റ്ഫോമിലൂടെ വന്നു. ഇപ്പൊ ട്രെയിൻ കയറി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ചെറിയ വളർച്ചയല്ല. കാരണം ഇപ്പൊ അത് ഇതിനിടയിൽ പ്ലാറ്റ്ഫോമിൽ പേപ്പർ വിരിച്ച് കിടന്നുറങ്ങിയ ഉമ്മർ ഇപ്പോ വിദേശ യാത്ര എയർപോർട്ടിൽ ബിസിനസ് ക്ലാസ്സിൽ വന്നിറങ്ങും. ആ ലെവലിലേക്ക് വളർന്നു സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ് എല്ലാ വർഷവും. ഉമ്മർ ഈ പറയുന്ന ഈ പഴയങ്ങാടിയിൽ ബേക്കറിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പം റൊട്ടി ചുമന്ന് വിറ്റു, മിക്സർ ചുമന്ന് വിട്ടു. അത് കഴിഞ്ഞാണോ ടൈൽസിന്റെ പണിക്ക് പോകുന്നത്? അതെ. ടൈൽസിന്റെ പണി എവിടെയൊക്കെ എടുത്തത്? അത് പഴയങ്ങാടി, പിലാത്തറ, പയ്യന്നൂര്. ഈ ടൈൽസിന്റെ പണി അറിയാമായിരുന്നു? ഇല്ല. എങ്ങനെയാ പണിക്ക് പോയത്? അല്ല, അവിടെ എൻ്റെ ഒരു അടുത്തൊരാൾ എന്നെ അവിടെ കൊണ്ടാക്കിയതാണ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെടും. എത്ര വർഷം ടൈൽസിന്റെ പണി എടുത്തു? എനിക്കൊന്നൊരു 3 വർഷം. എന്താ ടൈൽസിന്റെ പണി? ആ കാലത്തെ ടൈൽസ് വലിയ സംഭവമാണ്. ഇന്നിപ്പോ ചിപ്സ് ഇല്ലല്ലോ, മൊസൈക്കിന്റെ പണി. ഇന്ന് അതില്ലല്ലോ. ഇങ്ങനെ വരയ്ക്കുക, അത് മിക്സിങ്, ഒരു മെഷീനിൽ ഇങ്ങനെ ഇട്ട് ഉറച്ചു നടക്കുക. മെഷീനിൽ തരില്ല, ഞാൻ ഹെൽപ്പർ പണിയല്ല, അറിയാത്തതാണ്. അപ്പൊ വരയ്ക്കുക, അപ്പൊ കൈ കൊള്ളും, കൈ ഓൾസോ ആവും. ഈ സിമെന്റ് ആയതുകൊണ്ട് ഒരുപാട് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നീട് തിരിച്ചു വന്നിട്ടാണ് ഞാൻ മോഹൻലാലിനോട് പറഞ്ഞത്. ഈ മൊസൈക്കിന്റെ പണി എടുക്കുന്ന കാലഘട്ടം എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവങ്ങളൊക്കെ ഓരോ വീട്ടിൽ? കാരണം ഇന്ന് മൊസൈക്കിന്റെ പണി ഇല്ല, ഇന്ന് ആ ഒരു കൾച്ചർ ഇല്ല നമുക്ക്. ആ മൊസൈക്കിന്റെ ജോലിക്കാലത്തെ ആ വീടുകളിലെ അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ്?
മുതലാളിമാരൊക്കെ നല്ലത് തന്നെ. കാരണം അവരെ വീട് ഏറ്റവും ഭംഗി കൂട്ടുന്നതായതുകൊണ്ട് അവരോടൊക്കെ നല്ല നിലയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. വിടാൻ കാരണം അല്ല, ഞാൻ ഇതിൽ ഒതുങ്ങേണ്ട ഒരാളല്ല എന്ന് എനിക്ക് തന്നെ തോന്നി. ഞാൻ എൻ്റെ തലച്ചോട്ടിൽ എപ്പോഴും ഒരു ബിസിനസ്സുകാരനുണ്ട്. ആ ബിസിനസ് മുതലാളിയോട് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതം വളരെ പരിതാപകരമാണ് എനിക്കറിയാം. അപ്പോൾ മുതലാളിക്ക് ഒരു പൂട്ടിയിട്ട ഷോപ്പുണ്ട്. എന്നോട് പറഞ്ഞ്, നീ തൽക്കാലം നിനക്ക് ഫ്രൂട്ട്സ് കച്ചവടം തൽക്കാലം മാർക്കറ്റിലാണ്. അങ്ങനെ അതിലേക്ക് ഫ്രൂട്ട്സ് കച്ചവടം തുടങ്ങി. ആ സമയത്താണ് വിവാഹം നടന്നത്. വിവാഹത്തിന് ജീവിത പങ്കാളി എങ്ങനെയാണ് കണ്ടെത്തുന്നത്? കുടുംബത്തിലുള്ള ഒരാള്. എന്താ അവരുടെ പേരെന്താ? നസീറ. നസീറ. നസീറയെ പോയി കണ്ടു. നസീറ എവിടെയാണ് വീട്? കൂടാളിയിൽ. കൂടാളിയിൽ. അങ്ങനെ നിക്കാഹ് എങ്ങനെ ഉണ്ടായിരുന്നു? അന്ന് നിങ്ങൾ ടൈൽസിന്റെ അന്ന് ബേക്കറി കച്ചവടം തുടങ്ങി നിൽക്കുന്ന കച്ചവടക്കാരന്റെ ഫ്രൂട്ട്സ് കച്ചവടം തുടങ്ങി. ഒരു ഫ്രൂട്ട്സ് കച്ചവടക്കാരനായിട്ടാണ് വിവാഹം ആലോചിച്ചു പോകുന്നത്. അതുവരെ ടൈൽസിന്റെ പണിക്കാരൻ ഇത് റൊട്ടിയും മിക്സറും ചുമക്കുന്നവൻ അവിടെ എല്ലാം വിട്ട് ഗ്രേഡ് ഒന്ന് കൂടി. തീർച്ചയായിട്ടും അങ്ങനെ പോയി ജീവിത പങ്കാളിയെ കണ്ടെത്തി. എൻ്റെ ഭാര്യന്റെ പിതാവ് ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടാവും. ഒരു മെച്ചപ്പെട്ട ജീവിതം എന്റെ മോക്ക് കിട്ടുമെന്ന്. പെണ്ണ് കണ്ടിരുന്നു അന്നത്തെ കാലത്തൊക്കെ? പെണ്ണ് കാണാൻ കണ്ടു. ഇഷ്ടമാണോ ചോദിച്ചോ? ഇഷ്ടമാണോ ചോദിച്ചോ? തീർച്ചയായിട്ടും. അത് സ്വാഭാവികമായിട്ടും ചോദിച്ചോ? തീർച്ചയായിട്ടും ചോദിച്ചു. ഇഷ്ടമാണോ ചോദിച്ചു? എന്താ പറഞ്ഞു? ഇഷ്ടമാണെന്ന് പറഞ്ഞു. നിക്കാഹ് എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത്? അന്നത്തെ കാലത്ത് നിക്കാഹ് സാധാരണ നിക്കാഹ്. നമ്മൾ ശ്രീധരന്മാർ, ഞാനൊരു കുറച്ച് പുരോഗമന ചിന്താധികാരനായതുകൊണ്ട് ശ്രീധനം കാര്യം ആ കാലഘട്ടത്തിൽ ശ്രീധനൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ശ്രീധനം കാര്യം വാങ്ങിയില്ല. ജീവിത പങ്കാളിയായിട്ട് എന്താണ് പേര്? നസീറാനെ ജീവിത പങ്കാളിയാക്കി കൂടെ കൂട്ടി. അറയിൽ തന്നെയായിരുന്നു അന്ന് താമസം? തീർച്ചയായും. എത്ര കാലം? എനിക്ക് തോന്നുന്നു ഒരു 22 വർഷം ഞാൻ ഭാര്യ വീട്ടിലും പിന്നീട് സ്വന്തമായിട്ട് പുതിയാപ്ല റോളിൽ അവിടെ കൂടി. മുട്ടമാല അൽസെല്ലാം അല്ലേ? ആഘോഷമായിട്ട്. അപ്പോഴത്തേക്കും ബേക്കറി ജീവിതം എവിടെ എത്തി? ബേക്കറി ജീവിതം പിന്നെ ഫ്രൂട്ട്സ് കച്ചവടം പടിപടിയായിട്ട് ഉയർന്നു. അപ്പോൾ പിന്നീട് എനിക്ക് ചില ബിസിനസ്സിൽ ചെറിയ ഒരു പരാജയങ്ങളും സംഭവിക്കാൻ തുടങ്ങി. തട്ടുകട നടത്തിയിരുന്നു. പഴയങ്ങാടി തന്നെ. പഴയങ്ങാടി തന്നെ. എന്തായിരുന്നു തട്ടുകടയുടെ പേര്? പഴയങ്ങാടി ബസ് സ്റ്റാൻഡ്, അന്നത്തെ പഴയ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് തന്നെ ഒരു തട്ടുകടയിലായിരുന്നു കച്ചവടം. എന്താ അവിടെ ചെയ്തിരുന്നത്? അല്ല, ഈ ഫ്രൂട്ട്സ് കച്ചവടം തന്നെ വണ്ടിയിലായിരുന്നു. വണ്ടിയിൽ അല്ല, ചായ കച്ചവടത്തിലേക്ക് മാറിയിട്ടില്ല. തട്ടുകട തെരുവിൽ ഫ്രൂട്ട്സ് വിറ്റു. അത് കഴിഞ്ഞ് അതിനുശേഷം പിന്നീട് എനിക്ക് തോന്നി ഞാൻ ഇവിടെ ഒതുങ്ങിയാൽ പോരാ, ഈ നഗരത്തിലേക്ക് കയറണം തോന്നി. ഏത് നഗരത്തിലേക്ക്? കണ്ണൂരിൽ എന്താ ചെയ്ത് വന്നത്? കണ്ണൂർ ഞാൻ അന്നേരം അപ്പോഴും ഈ ഭക്ഷണ സംസ്കാരത്തിലേക്ക് വന്നിട്ടില്ല. അന്നേരം ഈ ആരെങ്കിലും കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ എന്നെ വിളിക്കും. എന്നോട് പറയും, അവിടെ പോയി നീ ഇറച്ചി ഇറക്കുന്നിടത്ത് നിൽക്കണം, അത് കൊണ്ടുവരണം, അവിടെ അരിയും സാധനം വാങ്ങിക്കൊടുക്കണം, പണിക്കാരെ കൂടെ സഹായിക്കണം എന്നൊക്കെ. പാചകപ്പുരയിലെ സഹായിയായി മാറി. എപ്പോഴും ആ കാലത്തൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നു. എത്ര വയസ്സ് തുടങ്ങി ഈ പാചകപ്പുരയിലെ സഹായം? ഒരു 15 വയസ്സാകുമ്പോൾ. 15 വയസ്സ് മുതൽ ഇതിനിടയിൽ പാചകപ്പുരയിലെ സഹായിയായിട്ട് മാറി. വലിയൊരു സഹായിയായി. എപ്പോഴാണ് ഇങ്ങനെ ഒരു മനസ്സിൽ ഒരു സ്പാർക്ക് വരുന്നത്? ആദ്യമായിട്ട് സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കിയത് എപ്പോഴാണ്? പാചകം ചെയ്യൂ നിങ്ങൾ? അത്യാവശ്യം. എപ്പോഴാണ് ആദ്യമായിട്ട് ഇതൊരു പണിയാന്ന് തോന്നിയിട്ട് ഈ രംഗത്തേക്ക്? കണ്ണൂര് വെച്ചിട്ട് എനിക്കൊരു ഒരു ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഇറച്ചി കച്ചവടക്കാരനുണ്ട്. അദ്ദേഹത്തിന്റെ വീട് ഞാൻ വാടകയ്ക്ക് എടുത്തിരുന്നു കണ്ണൂര് ലബൽ സ്ട്രീറ്റിൽ. അപ്പോൾ അവിടെ വെച്ചിട്ട് അത്യാവശ്യം ചില ആളുകൾ പറഞ്ഞ് അവിടെ കുറച്ച് ബിരിയാണി ഉണ്ടാക്കി തരണം എന്ന് പറയും. അതിനായിട്ട് പറയാം. അപ്പോൾ പണിക്കാരൊന്നും ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ തൽക്കാലം ചെറിയൊരു ഹെൽപ്പറുണ്ട്, നൗഷാദ് എന്നിട്ട് ഒരു 35 വർഷത്തിലധികം എൻ്റെ കൂടെ. അവന് ഞാൻ നൗഷാദ് ആ ലബത്തെരുവിലുള്ള ആളെന്നെ. അപ്പോൾ അവനും ഞാനും കൂടി ഉണ്ടാക്കി. അത് 1-2 വ്യക്തികൾക്കെല്ലാം കൊടുത്തപ്പോൾ അതൊക്കെ ഓക്കെ ആയി. അപ്പോൾ പിന്നീട് തോന്നി ഇതിൽ ചെറിയൊരു പ്രോഫിറ്റും കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബിസിനസ് ആക്കാം എന്ന് തോന്നി മെല്ലെ നല്ല. പിന്നീട് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി പല സ്ഥലത്തും പോയിട്ട് സാധനങ്ങൾ വാങ്ങി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലോകത്ത് മുഴുവനുള്ള എക്സിബിഷൻ ആളുകളും ഞാൻ സന്ദർശിക്കാറുണ്ട്. എന്താണ് ഷംന സുൽത്താന എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വരുന്നത്? ഉപ്പാന്റെ പാദം. ഞാൻ MBA കഴിഞ്ഞതിന് ശേഷം ഉപ്പ ഇത് ഒഫീഷ്യലി നമുക്കൊരു സ്ഥാപനമായിട്ട് തുടങ്ങിയല്ലോ. എവിടെയാ പ്രാഥമിക വിദ്യാഭ്യാസം? എവിടെയായിരുന്നു? ഞാൻ കൂടാളി സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. പിന്നെ ബ്രണ്ണൻ കോളേജിൽ പഠിച്ചു. ബ്രണ്ണൻ കോളേജിൽ ഡിഗ്രി ചെയ്തു. PG ചെയ്യാൻ MBA ചെയ്ത എവിടുന്ന? പറശ്ശിക്കടവിൽ MBA ചെയ്തു. അപ്പൊ എന്തായിരുന്നു ചെറുപ്പത്തിലുള്ള ഒരു ലക്ഷ്യം ഉണ്ടാവുള്ളൂ? ചെറുപ്പത്തിൽ എന്തായിരുന്നു കാണുമ്പോ ഈ പണി വേണ്ട, ഞാൻ വേറെ ലെവലിൽ പോകണമെന്നില്ല ആഗ്രഹിച്ചില്ല? ഉപ്പാന്റെ കൂടെ അന്നും ഇന്നും ഉണ്ട്, എപ്പോഴും ഉണ്ടാവാറുണ്ട്. കൂടുതലായിട്ട് ഉപ്പ നിങ്ങള് ജനിക്കുമ്പോ ഉപ്പ എന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്? ഇല്ല, ഉപ്പ അത് സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ ജനിച്ചതിന് ശേഷം ഉപ്പ ഇൻസ്റ്റാൾമെന്റിന്റെ തുടങ്ങി. ഷംന എന്റർപ്രൈസ്, ഷാഫാബ്,
എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. ഗാർമെന്റ്സ്. അതെവിടെയായിരുന്നു? അത് കണ്ണൂരാണ്. കണ്ണൂർ ടൗണിൽ തന്നെ. ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സൈക്കിളിലും പിന്നീട് MIT-ലും പിന്നീട് കാറിൽ വരെ കടന്നു പോകാത്ത വഴികളില്ല. ഇൻസ്റ്റാൾമെന്റ് കച്ചവടം ഉപ്പ എന്തൊക്കെയാ ആ കാലത്ത് ചെയ്യുന്നത്? ആ സമയത്ത് എന്റെ ഓർമ്മയിൽ സ്റ്റാർട്ടിങ് വരുന്ന ഉപ്പ ഇൻസ്റ്റാൾമെന്റ് കച്ചവടം തന്നെയായിരുന്നു. എന്തൊക്കെയാ കൊടുത്തോണ്ടിരുന്നത്? ടെക്സ്റ്റൈൽ ഐറ്റംസും കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസും കൊടുത്തിട്ടുണ്ടായിരുന്നു. നിക്ഷാനും മറ്റും ഒക്കെ എടുത്തിട്ടുള്ളത്. ആ സമയത്ത് അതെ, ആ സമയത്ത് ഉപ്പ എനിക്ക് തോന്നുന്നു കണ്ണാടിപ്പറമ്പ് ആ ഏരിയകളിലൊക്കെ, കക്കാട് ഏരിയ. ആ പരിപാടി ഇൻസ്റ്റാൾമെന്റ് നിർത്തിയിട്ട് ഇൻസ്റ്റാൾമെന്റ് എപ്പോഴാണ് നിർത്തുന്നത്? നിർത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ മൊബൈൽ ഷോപ്പ് തുടങ്ങി. കാരണം കാലഘട്ടം മാറി തുടങ്ങിയല്ലോ. മൊബൈൽ ഷോപ്പ് കണ്ണൂര്. അതിന്റെ പേര് അൽഫ. എവിടെയായിരുന്നു? അതിപ്പോ ഉണ്ടോ? കൊടുത്തു. മറ്റേ ഇൻസ്റ്റാൾമെന്റ് നിർത്തി. ആ സമയത്ത് നിർത്താതെ തന്നെ അൽഫ, കാരണം ടെക്നോളജി മാറുന്ന ഇപ്പൊ എപ്പോഴും ട്രെൻഡിനൊപ്പരം. അങ്ങനെ പൂർണ്ണമായിട്ടും കാറ്ററിംഗിലേക്ക് അന്നേരം വന്നിട്ടില്ല. സബായിട്ടുണ്ട്, ഇതിന്റെ സൈഡായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഇടയിൽ പിന്നെ ഒരു ഫർണിച്ചർ കച്ചവടം ഉണ്ടായിരുന്നു. പിന്നീട് സിമെന്റിന്റെ കച്ചവടം ഉണ്ടായിരുന്നു, സിമെന്റ് കമ്പി ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അതിലൊക്കെ തന്നെ ഞാൻ വിചാരിച്ചടുത്ത് എത്താൻ കഴിഞ്ഞില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ ലോകത്ത് വരാൻ പോകുന്ന ഒരു ബിസിനസ്സിനെ പറ്റി ഞാൻ എപ്പോഴും എൻ്റെ വായനയിലും എൻ്റെ പഠനത്തിലും ഉണ്ടാവും. എനിക്ക് തോന്നി ഇനിയുള്ള കാലം മൊബൈലും ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. പക്ഷെ അത് മനസ്സിലാക്കിയപ്പോഴും പിന്നീട് ആദ്യ കാലഘട്ടത്തിൽ നല്ല പ്രോഫിറ്റ് കിട്ടി. പിന്നീട് നോക്കുമ്പോൾ ലാഭങ്ങളൊക്കെ മത്സരം വന്നപ്പോൾ, കാരണം കണ്ണൂരിൽ ലീഡിംഗ് ആയിട്ട് തന്നെ ഞങ്ങൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഈ സിം കട്ട് ചെയ്യുന്ന രീതിയൊക്കെ ആ കാലത്തല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് തന്നെ എല്ലാം നമ്മൾ ടെക്നോളജി പോകാറുണ്ട്. അപ്പൊ എത്ര വർഷമോ മൊബൈൽ കച്ചവടം ചെയ്തത്? ഉപ്പ് എത്ര വർഷത്തോളം ഉണ്ടായിരുന്നു അല്ലേ? 5-6 വർഷത്തോളം. പിന്നെ 2011 ആ കാലഘട്ടം, 15 വർഷം മുമ്പാണ്. അപ്പൊ അത് നന്നായിട്ട് ചെയ്തു. പിന്നെ പ്രോഫിറ്റ് കുറഞ്ഞു. അന്നേരം ആ പരിപാടി അതെ, കൂടുതലായിട്ട് മൊബൈൽ ഷോപ്പുകളും വരാൻ തുടങ്ങി. എല്ലാരും ഇത് ഇതായിട്ട് തുടങ്ങിയപ്പോ നമ്മൾ ഈ കാറ്ററിംഗ് നമ്മൾ വിട്ടിട്ടില്ല, സാധ്യത കുറഞ്ഞു. അപ്പൊ ചെയ്യാത്ത പണികളൊന്നും ഇല്ല. കാരണം ആ കാലഘട്ടത്തിൽ നമ്മളെ അടുത്ത് വന്ന് ഫോണൊക്കെ പാട്ടൊക്കെ കേട്ടുന്ന ഒരു സിസ്റ്റങ്ങൾ ഉണ്ടായിരുന്നില്ലേ? നമ്മൾക്ക് ഓർമ്മയില്ലേ? മൊബൈൽ കൊടുക്കുക, പിറ്റേന്തേക്ക് പാട്ട്. ആ കാലഘട്ടത്തിൽ ഇപ്പൊ മാറിയല്ലോ. ആ ബിസിനസിന്റെ സാധ്യതകൾ കുറഞ്ഞു. അടുത്ത സ്റ്റെപ്പ്. അപ്പോ നമുക്കൊന്ന് അറിയേണ്ടത് ഉമ്മറെ ഈ ടേസ്റ്റ് ഓഫ് മലബാർ എന്നൊരു ബ്രാൻഡ് മനസ്സിലെപ്പോഴാണ് വരുന്നത്? ആ ബ്രാൻഡ് എങ്ങനെയുണ്ടായെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. സിറ്റി സെൻറ്ററിൻ്റെ മോലാലിൻ്റെ അനിയൻ അബ്ദുൽ ഗഫൂർ, അതേമാതിരിക്ക് ഇപ്പോൾ ബാങ്കിൽ ജോലി ചെയ്യും. പിന്നീട് ആദ്യകാലത്ത് അധ്യാപകനായ സാജർ മാഷ്. ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഒരു ഹോട്ടലിലിരുന്ന്, ക്യാൻ കാഫേ എന്നുണ്ടല്ലോ, ഹോട്ടലിലിരുന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞു ഗഫൂർക്ക മാഷിൽ നിന്ന് നമ്മൾ വിളിക്കല്, ഞാനിപ്പോൾ ബാങ്കിലെ മാനേജറാണ്, സാജർ മാഷ് നമുക്ക് ഇരിക്കാൻ പറഞ്ഞു. ഗഫൂർ ഖാൻ്റെ അടുത്ത് പോയി ഇരുന്ന് ഞാനും ഇദ്ദേഹം കൂടി ഇരുന്നപ്പോൾ പറഞ്ഞ് നമുക്ക് കണ്ണൂർ മലബാർ എന്നെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പേരാണെന്ന്. അങ്ങനെ നമുക്ക് ടേസ്റ്റ് ഓഫ്, എത്ര വർഷം മുമ്പ്? അത് എനിക്കൊന്നൊരു 2011-12 ശേഷമായി കാലഘട്ടത്തിൽ. അപ്പോൾ പറഞ്ഞ് ടേസ്റ്റ് ഓഫ് മലബാർ. അല്ല, അതുവരെ ഈ 35 വർഷത്തിനിടയിൽ ഈ ഭക്ഷണ പാചക പുരകളിലെ സഹായിയിൽ നിന്ന്, ലബാത്തെരുവിൽ നിന്ന് നൗഷാദിനെ കണ്ടെത്തി ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ. ആ ബിരിയാണി ഉണ്ടാക്കൽ ഒരു കാറ്ററിംഗ് ആയിട്ട് രൂപപ്പെട്ടായിരുന്നു അന്നേരം? അല്ല, കാലഘട്ടത്തിൽ പിന്നീട് ഇപ്പോൾ ആളുകൾ കുറച്ചായിട്ട് വാങ്ങാൻ തുടങ്ങി. ആ കാലത്ത് നമ്മൾ ഒരു പരിപാടി ചെയ്യണമെങ്കിൽ അവരെ വീട്ടിൽ ഈ യൂണിറ്റ് കംപ്ലീറ്റ് പോകണം. ഇപ്പോൾ എല്ലാം സെൻട്രലൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ പണിക്കാരെയും മറ്റൊക്കെ ഏൽപ്പിച്ച് കൊടുത്ത് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. മാറി. അപ്പൊ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ആലോചിച്ചപ്പോൾ കണ്ടെത്തിയ പേരാണോ ഇത്? ആരായി പേര് നിർദ്ദേശിച്ചത്? രണ്ടുപേരും ഒരേപോലെ കണ്ടെത്തിയാണ്. ഒന്ന് ഷാജിർ, മറ്റൊന്ന് ഗഫൂർ. നിങ്ങളോട് തുടങ്ങിക്കോളാൻ പറഞ്ഞു. എന്നോട് പേരിടാന്നുള്ളൊരു ആഗ്രഹം ഞാൻ ഇവരെ അപ്പൊ ഇവര് പേര് പറഞ്ഞു തന്നു. പേര് പറഞ്ഞു. അപ്പോൾ തന്നെ അംഗീകരിച്ചു. ഇതുവരെ എത്ര കാറ്ററിംഗ് ചെയ്തു കഴിഞ്ഞു? അതും നിങ്ങള് ഈ കാറ്ററിംഗ് ഇപ്പൊ ഈ പല മേഖലയും കടന്നു വന്നിട്ട് കാറ്ററിംഗിൽ പിടിമുറുക്കാനുള്ള കാരണം എന്താണ്? അതായത് കാലഘട്ടത്തിന്റെ ഒരു ബിസിനസ്സായിട്ട് മാറിയത്. ഇനിയുള്ള സാധ്യതകൾ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നീട് എൻ്റെ യാത്രയിലും ഞാൻ മനസ്സിലാക്കി ഭക്ഷണം ഇത്രയും ഒരു സംഭവമാണെന്ന്. അങ്ങനെ ഒരു അറബിക് ഫുഡിൻ്റെ ഒരാൾ എൻ്റെ അടുത്ത് വേണമെന്ന് പറഞ്ഞു. ഇന്നത്തെ അൽഫാം, മന്തി, മറ്റ് ഇങ്ങനെയുള്ള ഒരു പരിപാടി വന്നപ്പോൾ ഷിജു എന്ന് പറഞ്ഞ് ദുബായിലൊക്കെ ജോലി ചെയ്ത ഒരു പയ്യനെ എനിക്ക് യാദൃശ്യമായിട്ട് കിട്ടി.
അപ്പോൾ എൻ്റെ യാത്രയിൽ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് ഈ എന്തൊക്കെ കാണുന്ന സ്വപ്നങ്ങൾ വെച്ചാൽ എനിക്ക് ഒരു ആധുനിക രീതിയിലുള്ള ഒരു ബിസിനസ് ചെയ്യണം. ഈ കാറ്ററിങ്ങിനെ ഏറ്റവും ഒരു ഉയർന്ന ചിന്തയിലേക്ക് കൊണ്ടുവരണം എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഷിജു എന്നൊരു പയ്യനെ തലശ്ശേരിയിൽ നിന്ന് എനിക്ക് കിട്ടി. അപ്പോൾ അവനോട് പറഞ്ഞു എനിക്ക് കുറച്ച് അറബിക് ഫുഡ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു. ഒരാളോട് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഷിജുവിൻ്റെ നമ്പറാണ്. ഈ ഷിജുവിനോട് പറഞ്ഞ് ഞാൻ ഏതെല്ലാം ചെയ്യാമെന്ന് പ്രശ്നമില്ല നമ്മൾ ഞാൻ പറഞ്ഞാൽ പോരാ, ഞാനും നീയും ഈ പിന്നെ ബഷീർ തന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനുണ്ട്, ഇതും കൂടിയിട്ട് ഈ ചെയ്യേണ്ട. അദ്ദേഹം കുവൈത്തിൽ ഒരു പള്ളിയുടെ ഇമാമാണ്, അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ നിശ്ചയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഓക്കെ നമുക്ക് പോകാമെന്നാണ്. അവർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ചെയ്യാൻ വേണ്ടി ഷിജു തയ്യാറായി, ഞാനും കൂടെ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ മാറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഞാൻ തേടിയ ആള് കണ്ടെത്തി എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഷിജു ഷെഫാണ്. ഷെഫും മാത്രമല്ല വ്യത്യസ്തതയായ ഭക്ഷണങ്ങൾ ഷിജുവിന്റെ വെറൈറ്റി എന്തൊക്കെയാണ്? ചെയ്യാത്ത ഒരു കാര്യങ്ങൾ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള മെനു എന്താണ്? അറബിക് ഐറ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ വർഷങ്ങളിൽ അറബിക് ഐറ്റംസ് നമുക്ക് അത്ര ഇതായിട്ടില്ലല്ലോ, ഇവിടെ ഫേമസ് അല്ലല്ലോ. എന്തൊക്കെയാണ് അറബിക് ഐറ്റങ്ങൾ? ഈ അൽഫാമിന്റെ എല്ലാ കാറ്റഗറികളും ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ സാലഡ്സുകൾ, ഡെസേർട്ടിന്റെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷിജു ഇപ്പോഴും കൂടെ ഉണ്ടോ? കുറച്ചു കാലമായിട്ട് മാറിയിരിക്കുന്നുണ്ട്, പക്ഷെ അത്യാവശ്യം വിളിച്ചാൽ വരാറില്ല. ആ സ്ഥാനത്തേക്ക് അവന് പിന്നെ പറയുകയാണ് ദുബൈയിലേക്ക്. എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ടായിരുന്നു മലപ്പുറത്തുള്ള. ഈ മലപ്പുറത്തുള്ള സുഹൃത്ത് ഒരു ഹോട്ടൽ തുടങ്ങുന്നപ്പോൾ ഷിജുവിനെ ഞാൻ ഏൽപ്പിച്ചെടുത്ത് അവൻ കുറച്ച് പണിക്കാരൊക്കെ കയറ്റി അവിടെ പോയി. പിന്നെ അതിന് ശേഷം കുറച്ച് കുറഞ്ഞു. എന്നാലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ വരും. ഈ ടേസ്റ്റ് ഓഫ് മലബാർ എന്നുള്ള ആ പേര് കിട്ടിയതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന കാറ്ററിങ്ങിൻ്റെ ഒരു സ്വഭാവമുണ്ട് പൊതുവെ. സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഭക്ഷണ ആ പ്രോഗ്രാമുകൾ ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ചെയ്തിരുന്നത്? ഇപ്പം നിങ്ങൾ ഹൈടെക് ആയി എന്ന് പറഞ്ഞു. ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെയാണ്? ആദ്യം നമ്മൾ സാധാരണ പിന്നെ ടേബിളിൽ കൊണ്ടുപോയി വെക്കുക. ഒരു ബൊഫേ എന്ന് പറയുന്ന സംസ്കാരം വന്നു തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് ചെയ്തിട്ടില്ല? ഉണ്ടായിരുന്നു കൂടെ, പക്ഷെ കുറവായിരുന്നു. ഇത്ര കാലഘട്ടത്തിന്റെ ഉണ്ടായിരുന്നില്ല. അത് കാലഘട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരെ പോലെയാണ്. ഇപ്പോഴും പ്രായമായവർക്ക് കൂടുതൽ ഇഷ്ടം ടേബിൾ സർവീസ് തന്നെയാണ്. ഈ ഷംന ദുബായിൽ ഇരുന്നിട്ട് ചെയ്യുന്ന ഈ ടേസ്റ്റ് ഓഫ് മലബാറിനെ പ്രൊമോട്ട് ചെയ്യാൻ ചെയ്യുന്ന പ്രവർത്തികൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് വഴി ഞങ്ങള് നല്ല കാര്യങ്ങൾ, നമ്മളെ ഇതെന്തെല്ലാം പ്രോഗ്രാമിന്റെ രീതികൾ മനസ്സിലാക്കുന്ന. ഷംന എങ്ങനെയാ ദുബായിൽ എത്തിപ്പെടുന്നത്? കല്യാണം കഴിച്ചിട്ട് അവിടത്തേക്ക് മാറി. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? അവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത് ട്രാൻസ്കാർഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ. എന്താ അദ്ദേഹത്തിന്റെ പേര്? നിഷാൻ. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ അവിടെ എത്തി, അവിടെ സെറ്റിലായി, അവിടെ ഇരുന്നു കൊണ്ട് ഉപ്പാക്ക് വേണ്ടിയുള്ള വർക്കുകൾ. ഓർഡറുകൾ എടുക്കാറുണ്ടോ? ഓർഡറുകൾ എടുക്കും. ഓർഡറുകൾ ഉണ്ട് ഫോൺ വഴി. ഇന്ന് രാവിലെ ഒരു കോൾ ചെയ്തിട്ടാ വരുന്നത്. അപ്പൊ ഏതാ നമ്പർ അതിന് കൊടുക്കുക? കേരളത്തിൽ നമ്പർ അല്ല, അത് എന്റെ സിസ്റ്റർ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇവിടുന്ന് ആള് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ബ്രദർ കുവൈത്തും ഉണ്ട്. ഞങ്ങൾ മൂന്നാളും കൂടി 3 രാജ്യങ്ങളിലാണ്, ദുബായ്, കേരളം, കുവൈത്ത്. ഉപ്പാനെ സഹായിക്കാൻ വേണ്ടി 3 പേര് അതെങ്ങനെയാ കോർഡിനേറ്റ് ചെയ്യുന്നു? നമ്മൾക്ക് കാര്യങ്ങൾ വെച്ചാൽ ബ്രദർ കുറച്ച് വീഡിയോഗ്രാഫേഴ്സിനും മറ്റൊക്കെ നമ്മൾ ഇവന്റിന്റെ, കാരണം ആൾക്കാരൊക്കെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം വഴിയാണ് നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ട് കൂടുതലായിട്ട്. അതിനെ കണക്ട് ചെയ്ത് സിസ്റ്റർ മെനു കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കും. സിസ്റ്റർ മെനു കാര്യങ്ങൾ സെറ്റ് ആക്കും. ബ്രദർ, ഞാനും ബ്രദറും കൂടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കാര്യങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ഇതിലെങ്ങനെ നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താം എന്നുള്ളതും ഈ ജനറേഷൻ എങ്ങനെയൊക്കെയാണ് ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്യുക എന്നുള്ളതും മനസ്സിലാക്കുന്നത്. എങ്ങനെയാ അതിനെ മനസ്സിലാക്കിയത്? എങ്ങനെയാ മൊത്തത്തിൽ മനസ്സിലാക്കി? പുതിയ തലമുറ ഈ ഭക്ഷണം, പണ്ട് നമുക്കൊരു ചോറും ഒരു കറിയും, ചിലപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ പോലും ചമ്മന്തി ചുട്ടും ഉണക്കമുള്ള കൂട്ടിയും അതുപോലെ കാന്താരി അരച്ചും ചോറുന്ന ഒരു കാലമുണ്ട്. ഷംനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, താങ്കൾക്കില്ല അങ്ങനെ ഒരു ജീവിതാനുഭവം? അതിലേറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം. ഇന്ന് നമ്മളിന്ന് ഉച്ച എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് മലബാറിൽ ഭക്ഷണത്തിനൊരു മുളകിട്ടുണ്ടാവും, ഒരു പച്ചക്കറി ഉണ്ടാവും, ഒരു വറവുണ്ടാവും, ഒരു ഫ്രൈ ഉണ്ടാവും. അങ്ങനെ ഒരു 5 ഐറ്റം ഇല്ലാതെ ഒരു മലബാറിനൊരു ശരാശരി മുസ്ലിം കുടുംബങ്ങളിൽ ഭക്ഷണമില്ല. താങ്കളുടെ ചെറുപ്പകാലത്തിൽ താങ്കൾ കഴിക്കുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി ചിന്തിച്ചൊരു കാലം പറയാൻ പറ്റുമോ? ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്, എന്തൊക്കെയാണ് ആഗ്രഹിച്ചത് ആ കാലഘട്ടം? അന്നേ എന്റെ ചിന്തകളിലൊക്കെ തന്നെ ഉയർന്ന ചിന്തകളാണ് ഉള്ളത്. ചിന്തകൾ ഉയർന്നതാണ്, ഭക്ഷണം കഴിക്കണ്ടേ, ചിന്തിക്കണം. അതിനുള്ള പ്രയത്നം ഏത് മാർഗത്തിലേക്ക് കൂടി, അതായത് നേരായ മാർഗത്തിലേക്ക് കൂടി എങ്ങനെ പോകണം എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ആഗ്രഹിച്ച, ചെറുപ്പത്തിൽ കഴിക്കാൻ ആഗ്രഹിച്ച ഒരു ഭക്ഷണം എന്തായിരുന്നു? നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അപ്പൊ എന്റെ ചെറുപ്പത്തിൽ മുട്ട പൊഴിയുന്നതിനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഒരു 10 മുട്ടയൊക്കെ ഒരുമിച്ച് തിന്നു ആഗ്രഹിച്ചു. അല്ല, അന്ന് നമ്മൾ സാധാരണ ഇടയ്ക്ക് ആരും ആഗ്രഹിക്കുന്നത് കോഴി ഇറച്ചി, അതേമാതിരി ബിരിയാണിയൊക്കെ മട്ടന് ഒക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന. എപ്പോഴാണ് മനസ്സ് തുറന്ന് ഒരു മട്ടൻ തിന്നാൻ പറ്റിയിട്ടുള്ളത്? എത്ര വയസ്സായിട്ടുണ്ടാവും? എനിക്ക് തോന്നുന്നു
ഒരു 15 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. ഈ വീട്ടിൽ നിൽക്കുമ്പോൾ കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവും, തീർച്ചയായിട്ടും സഹായിയുടെ വീട്ടിൽ നിൽക്കുന്ന കാലം അല്ലേ? അതാണ് അതിന്റെ ഓർമ്മ. നിങ്ങളുടെയൊക്കെ ഓർമ്മയിൽ എങ്ങനെയാ ഭക്ഷണ സംസ്കാരം? നിങ്ങളൊക്കെ ഉപ്പ ആ കാലം ഭക്ഷണങ്ങൾ നമ്മള് നോർമൽ എക്കാലത്തും, പിന്നെ ഉപ്പ അന്ന് മുതൽ ഇന്ന് വരെ നമ്മളോട് പറയും നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം. ഉപ്പ അന്ന് മുതൽ ഇന്ന് വരെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാനുള്ളതും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഇന്നും നമ്മൾ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ജീവിക്കുന്നിടത്തോളം ചിന്താഗതികൾ എപ്പോഴും ഉയർന്നതായിരിക്കണം എന്നുള്ളത് ഉപ്പ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ മൂന്ന് പ്രദേശവും മൂന്ന് രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇത് കോർഡിനേറ്റ് ചെയ്യും. ഉപ്പ അതിനനുസരിച്ച് മൂവ് ചെയ്യും. പക്ഷെ ഇതിനൊക്കെ സഹായിക്കുന്ന 2-3 വ്യക്തികൾ ഇവിടെ എന്തായാലും നമ്മളെ കൂടെ തന്നെ. എന്റെ ജ്യേഷ്ഠന്റെ മകൻ ബഷീർ എന്ന് പറഞ്ഞൊരാളുണ്ട്. ചെറിയ പ്രായമാണെങ്കിലും ഭയങ്കര കഴിവുള്ള ഇതാണ്. അപ്പോൾ അവന് ആദ്യകാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവനെ ഞാൻ ദുബായിലേക്ക് അയച്ചു 2 വർഷം. കാരണം ഇപ്പോഴത്തെ എന്തായാലും ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടാവും. എനിക്കറിയാം ഈ ബിസിനസ് ഇനി ഒരുപാട് പുരോഗതി. അപ്പോൾ നല്ല പുരോഗതിയിലെത്താൻ മുമ്പിൽ ഇവനെ ഞാൻ ദുബായിൽ അയച്ച് 2 വർഷം ഞാൻ ഹോട്ടലിൽ വലിയൊരു ഹോട്ടലിലേക്ക് പണിക്കയച്ചു, ഈ ഷിജുവിൻ്റെ കൂടെ. അതിന് ശേഷം 15 വർഷത്തോളമായി അനീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. പറയാതിരിക്കാൻ കഴിയില്ല. അവൻ കണ്ണൂർ നഗരത്തിൽ ജീവിച്ചുകൊണ്ട് എല്ലാ കാര്യവും അറിയാം. അവരൊക്കെ നമ്മളെ ബാക്ക് ബോൺ. നൗഷാദ്, അനീഷ്, ബഷീർ മുഖ്യധാര. അതിനോടെ തന്നെ സുനൂബ് എന്നുണ്ട്, എൻ്റെ ഒരു അനിയൻ്റെ ഒരു മകനുണ്ട്. ഇവരാണ് ഇപ്പോൾ ഇതിൻ്റെ മുഖ്യധാര. ഞാൻ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുറേ ബന്ധങ്ങൾ എൻ്റെ ബിസിനസ്സിൽ കിട്ടുന്നത് എന്നതിനപ്പുറം ഇതിനെ നിയന്ത്രിക്കുന്നത് ഇപ്പോഴും നന്നായി ഓർത്തിരിക്കും. അവരെ ഞാൻ ഈ താങ്കളുടെ ഒരു മുതലാളിയുടെ മക്കളെ പേര് തന്നെ താങ്കൾ കിട്ടുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് എൻ്റെ ഏത് മുതലാളിയാണ് അത്? അത് പഴയക്കാടി എൻ്റെ മുതലാളി എന്ന് പറഞ്ഞാൽ PMC അബ്ദുള്ള. നിങ്ങൾ പറഞ്ഞ ബേക്കറി. അദ്ദേഹം ആ ഒരു കുടുംബത്തെ ഞാൻ മിഞ്ഞാന്നും കൂടി എൻ്റെ ഭാര്യനെയും കൂട്ടി അവരെ വീട്ടിലെല്ലാം പോയി രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അത്രയും സാധാരണ ഒരു സ്ഥലത്ത് ജോലി ചെയ്ത ആളുകൾക്ക് ഇങ്ങനെ മുതലാളിമാരെ കുറിച്ച് ഒത്തിരി നല്ലത് പറയാൻ കിട്ടൂല. തീവ്രമായ അനുഭവങ്ങളായിരിക്കും പലപ്പോഴും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഒന്നിച്ചിട്ട് ഭക്ഷണം കഴിക്കും. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നെ കൊണ്ട് 25 കിലോമീറ്റർ റൊട്ടി ചോദിപ്പിച്ചവനായി? അല്ല, അങ്ങനെയല്ലേ ചിന്തിക്കൂലോ. ഞാനന്ന് അത് എനിക്ക് മനസ്സിലായത് വെച്ചാൽ ഉപ്പ ഇപ്പോഴും ഒരു തൊഴിലാളികളെ നോക്കുന്നത് അവര് ഉപ്പാനെ എങ്ങനെ നോക്കി എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ആശ്രയിച്ചിട്ട്. അവരുടെ മക്കളെ പേരാണോ ഇട്ടിരിക്കുന്നത്? ഏതൊക്കെയാ മക്കളെ പേര് പറയുമോ? അവിടെ നാസില ഉണ്ട്, എന്റെ സിസ്റ്റർ പേര് നാസില എന്നാണ്. ഷാനിർ ഉണ്ട്, ഷാനില ഉണ്ട്, ഷാനിർ എന്നിട്ടിട്ടുണ്ട്. ഷംന ഉണ്ട്, അവിടെയുണ്ട്. അല്ല, അതങ്ങനെ മനഃപൂർവ്വം ഇട്ടത് തന്നെയാണ് അവരോടുള്ള നന്ദി സൂചകമായിട്ട്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹത്തിന് ഇത്ര ഇഷ്ടം തോന്നാൻ എന്താ കാരണം? എന്റെ ചെറുപ്പത്തിൽ എനിക്ക് വിശക്കുമ്പോൾ ഭക്ഷണം തന്നത് ആ കുടുംബം. ഉപ്പാനെ മകനെ പോലെ അവരെ കൂടെ കഴിക്കുന്ന അതേ ഭക്ഷണം കഴിക്കാൻ തരുന്നതും ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കും. അദ്ദേഹം മരിക്കുന്നവരെയും അദ്ദേഹം മരിക്കുമ്പോൾ ഞാൻ ആ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സിസ്റ്ററും ഞാനും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇപ്പൊ അടുത്ത് ഞാൻ അജ്മീർ അദ്ദേഹം എന്നോട് മരിക്കാനായ സമയത്ത് എന്നോട് പറഞ്ഞു, എനിക്ക് പുണ്യസ്ഥലമായ അജ്മീർ പോലത്തെ സ്ഥലങ്ങളിൽ പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നാൽ നമുക്കൊരു യാത്ര ചെയ്യാമെന്നാണ്. അങ്ങനെ ഞാനൊരു 2 വർഷം മുമ്പ് അജ്മീർ പോയി. അദ്ദേഹത്തെ കൂട്ടി പോയി. സന്ദർശിച്ചു. അത് ഞാനൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോയതാണെങ്കിലും എൻ്റെ മനസ്സിൽ നിറയെ അദ്ദേഹം അന്ന് പറഞ്ഞ വാക്കുകളായിരിക്കും അജ്മീറിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അജ്മീറിൽ പോയി അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി. നമുക്ക് ഉമ്മറെ ഇപ്പൊ ചെയ്തതിൽ വെച്ച് ഏറ്റവും ക്രീമായിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കുടുംബത്തിലെ ഒരു വർക്ക് ചെയ്യാനുള്ളത് ചെറിയ കാര്യമല്ല. തീർച്ചയായും. കാരണം തങ്ങന്മാര് എന്ന് പറഞ്ഞാൽ അവര് ഭക്ഷണപ്രിയരാണ്, അവരോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ഭക്ഷണപ്രിയരാണ്. അപ്പോൾ അവർ എല്ലാ അറബ് രാജ്യങ്ങളിലും വലിയ അതിഥികളായി പോകുന്നവരാണ് അവർ. അപ്പോൾ ഏറ്റവും റോയൽ ഫുഡ് കഴിച്ച് വളർന്നവരാണ് ആ കുടുംബം. അതങ്ങനെയാണ്. അവരെ നമ്മൾ നബിയുടെ ജനങ്ങളുടെ മുസ്ലിം സമുദായത്തിന്റെ മുത്ത് റസൂലിന്റെ പരമ്പരയിൽപ്പെട്ടവർ എന്ന നിലക്ക് അവരെ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിലാണ് ഏത് കുടുംബവും സ്വീകരിക്കുക. അപ്പോൾ അറബ് രാജ്യങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും റോയൽ ഫുഡ് കഴിച്ചു ആ സംസ്കാര സമ്പന്നതയുടെ നടുവിൽ നിൽക്കുന്ന തങ്ങൾ കുടുംബത്തിലേക്ക് എങ്ങനെ ഒരു കാറ്ററിംഗിന് എൻട്രി കിട്ടി? അല്ല, എന്നേക്കാളും അതിന് ബന്ധം വന്നത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ബഷീർ എന്നാണ്. അവനൊരു സ്ഥലത്ത് പരിപാടി ചെയ്തപ്പോൾ അവിടുന്ന് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനെ ബഷീറിനെ ഇവർ കണ്ടെത്തി. ബഷീർ വഴിയാണ് എന്നിലേക്ക് എത്തുന്നത്. ഒരു ബേജാറ് വന്നില്ലേ തങ്ങൾ ഫാമിലിയിലേക്ക് കാറ്ററിംഗ്? തീർച്ചയായിട്ടും വലിയൊരു ഉത്തരവാദിത്തം, നല്ല ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്നേക്കാളും അധികം റിസ്ക് എടുത്തത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ്. 100 കണക്കിന് പയ്യന്മാരാണ് കിച്ചണിലുണ്ടായും പിന്നിലുണ്ടായിരുന്നു. അങ്ങനെ 1,00,000 പേര്, 25,000-ഓളം പേര് അന്ന് അവിടെ അന്നാണ് നമ്മളെ ഗവർണർ
മുട്ടായിത്തെരുവിലേക്കൂടി നടക്കുകയും ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് ഗവർണർ നിങ്ങളുടെ ഭക്ഷണമാണ് കഴിച്ചത്. വേറെ ഏതാണ് നിങ്ങൾ ചെയ്ത പ്രധാനപ്പെട്ട വർക്ക്? മിലിറ്ററി സാർക്ക് രാജ്യങ്ങൾക്കും അതേപോലെ ഞാൻ ഭക്ഷണം ചെയ്തിട്ടുണ്ട്. സാർക്ക് രാജ്യങ്ങളിലെ പ്രതികൾക്ക് വേണ്ടിയിട്ട് എവിടെയാണ് ചെയ്തത്? അത് വാഗമണ്ണില് വെച്ചിട്ട് ഒരു കോൺഫറൻസ് 5000 സ്റ്റുഡൻസ് 5000 കുട്ടികൾക്ക് സാർക്ക് രാജ്യങ്ങളിൽ നിന്നുള്ള 5000 എത്ര രാജ്യങ്ങളിലെ കുട്ടികൾ ഉണ്ടാവുന്നത്? അത് 9 രാജ്യങ്ങളിൽ നിന്ന് 5000 കുട്ടികൾ വാഗമണ്ണിൽ. എത്ര ദിവസം ക്യാമ്പായിരുന്നു? അതിലാണ് തസ്ലീമ നസ്രീനൊക്കെ ഉണ്ടായിരുന്നു. തസ്ലീമ നസ്രീനൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കണ്ടു, അവരെ ഭക്ഷണം ഇഷ്ടപ്പെട്ടു. ഇത് കഴിച്ചു. അത് ഭയങ്കര ഇതായിരുന്നു, സെക്യൂരിറ്റി ആയിരുന്നു. ഏത് കഴിച്ചു എന്താന്നുള്ളത് എനിക്ക് അത്രത്തോളം അറിയില്ല, എന്നിരുന്നാലും കഴിച്ചിട്ടുണ്ട്. തസ്ലീമ നസ്രീൻ ഉൾപ്പെടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ടേസ്റ്റ് ഓഫ് മലബാറിന്റെ ഉമ്മറിന്റെ കൈപുണ്യം തസ്ലീമ നസ്രീൻ ഉൾപ്പെടെ അറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അവരെ വായിക്കാൻ ശ്രമിച്ചായിരുന്നു. അവരുടെ പുസ്തകങ്ങൾ വായിക്കാൻ എല്ലാ ചരിത്രവും നമ്മൾക്ക് അറിയുന്നതാണ്. അങ്ങോട്ട് പോകണ്ട, അതെല്ലാം അറിയാം. അതെല്ലാം വായിച്ചിട്ടുണ്ട്. യെസ്. പിന്നെ ചെയ്തത് ആരുടെ വർക്കാണ്? സാർക്ക് ചെയ്തു, പിന്നെ പ്രതിരോധ സേനയിൽ ചെയ്തു. ഏറ്റവും മുഖ്യധാര ചെയ്യുന്നത് പട്ടാളത്തിൽ 4000 5000 പേരുണ്ടാവും. അത് വെച്ചാൽ ഇപ്പം അടുത്തും പിന്നെ ഓൾ ഇന്ത്യ ഒരു 1000-1500 പേരുള്ള പട്ടാളക്കാരുണ്ടായിരുന്നു. അതിൽ പ്രധാനമന്ത്രിൻ്റെ ഇപ്പം പിന്നെ ഏറ്റവും അടുത്ത യുദ്ധതന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അജിത് ഡോവൽ അവർക്ക് വേണ്ടി ചെയ്തു. എല്ലാവരൊക്കെ ഉണ്ടായിരുന്നു. മിലിറ്ററിയിൽ എത്രയോ പേർക്ക് നമുക്ക് സദ്യ വിളമ്പാൻ പറ്റിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലുള്ളവർക്ക് കേരള സദ്യ അജിത് ഡോവലിന് വരെ ഭക്ഷണം വിളമ്പാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. തസ്ലീമ നസ്രീൻ, അജിത് ഡോവൽ, പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ ആരുടെ വി.ഡി. സതീശൻ. സതീശന്റെ പറഞ്ഞു തന്നെ കണ്ണൂർക്കാരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രിയാന്ന് എനിക്ക്. തീർച്ചയായും നിങ്ങളുടെ ഭക്ഷണം ഞാൻ 3ാമത്തെ പ്രാവശ്യം കഴിക്കുന്നതാണ്. 3 പ്രാവശ്യം ഇരിട്ടിയിൽ. അങ്ങനെ എല്ലാ പ്രമുഖരായിട്ടുള്ള മനുഷ്യർക്കും ഭക്ഷണം വിളമ്പാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് താങ്കൾ എത്തിയിട്ടുള്ള പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ്? നല്ല ഭക്ഷണം കൊടുക്കുമ്പോൾ നല്ല പുരസ്കാരങ്ങൾ വരുള്ളൂ. അത് 7 നേവൽ അക്കാദമിയിൽ നിന്ന് ആ വർഷം ചെയ്ത്, അതായത് കൊറോണയ്ക്ക് ജസ്റ്റ് മുന്നെയാണ്. അതിനുശേഷം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തിരക്ക് കൂടിയോണ്ട് ചെയ്യാൻ പറ്റില്ല. വലിയ പരിപാടികളൊക്കെ ചെയ്തിട്ട് ഏറ്റവും നല്ല ആ വർഷം ചെയ്ത ഏറ്റവും നല്ല വർക്കിനുള്ള പുരസ്കാരം എനിക്ക് കിട്ടി. പിന്നെ പട്ടാളത്തിന്റെ എടുത്ത് കിട്ടിയിട്ടുണ്ട്. ലയൺസ് ക്ലബിന്റെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഈ സോഷ്യൽ സംഘടനകളിൽ ഏതെങ്കിലും ഒക്കെ ഉണ്ടാവും? ഒരുപാട് ഏതൊക്കെയാണുള്ളത്? വ്യാപാരി വ്യവസായിന്റെ ഒരു മുഖ്യ പ്രവർത്തനമാണ്. പിന്നെ കാറ്ററിംഗ് അസോസിയേഷന്റെ തന്നെയുണ്ട് കേരളം. ലയൺസ് ക്ലബിന് സർവ്വ സംഘടനകളും ഉണ്ട്. പൊതുപ്രവർത്തന രംഗത്ത് വേറെ ഏതെങ്കിലും രാഷ്ട്രീയമുണ്ട്? രാഷ്ട്രീയമില്ല. ഇല്ല, രാഷ്ട്രീയം പഴയങ്ങാടിയാകുമ്പോൾ ഒരു ലീഗിന്റെ ശക്തി രാഷ്ട്രീയം വേണ്ട എന്നുള്ള ചിന്തയാണ്. രാഷ്ട്രീയം കുഴപ്പം പിടിച്ചൊരു പണിയാൻ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ പിന്നെ അത് ചെറുപ്പത്തിലെ ആ ഒരു അഭിപ്രായത്തിൽ ചില വിയോജിപ്പുകൾ ഉള്ളതുകൊണ്ട് രാഷ്ട്രീയത്തോട് താല്പര്യമില്ല. പിന്നെ ഒരു ഏതൊക്കെ രാജ്യങ്ങൾ സന്ദർശിച്ചു? രാജ്യങ്ങൾ പറയുകയാണെങ്കിൽ കുറച്ച് പറയേണ്ടി വരും. എന്നാൽ കുറച്ച് പറയാം, കേൾക്കട്ടെ. കാരണം പഴയങ്ങാടിയിലെ മണൽ ചുട്ടുകൊള്ളുന്ന മണൽ നിരപ്പുകളിലൂടെ നടക്കുമ്പോൾ തുള്ളിച്ചാടി നടന്ന ഉമ്മറിന് ഏതൊക്കെ രാജ്യങ്ങളാണ്, യൂറോപ്പ് ഉൾപ്പെടെയുള്ള ഏതൊക്കെ രാജ്യങ്ങളാണ് സന്ദർശിച്ചത്? യൂറോപ്പ് പറയുമ്പോൾ ഞാൻ ശ്രീലങ്ക മുതൽ തുടങ്ങേണ്ടി വരും. തുടങ്ങിക്കോ. കുറച്ച് രാജ്യങ്ങളുടെ പേര് പറയുമ്പോൾ നമ്മളല്ലേ? ശ്രീലങ്ക ഏറ്റവും ഇഷ്ടം പറഞ്ഞു. ഓസ്ട്രേലിയ, ചൈന, റഷ്യ, ജർമ്മൻ. ഏത് രാജ്യത്തൊക്കെ പോയ ഭക്ഷണം രുചിക്കുമോ? പ്രശ്നമുണ്ടല്ലോ, പല രാജ്യത്തും പോയ പന്നി, കൂറ, എലി, പട്ടി. അല്ലല്ല, ചൈനയിൽ പോയിട്ട് പോലും നമ്മള് ഹലാലായ ഭക്ഷണം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഒരു മുസ്ലിമിന്റെ ഒരു ഹോട്ടലുണ്ട്, അതിനടുത്താണ് ഞാനൊരു ഇതെടുത്തത്. അതിന് തീർച്ചയായിട്ടും അതിന് എന്റെ കൂടെ മുഖ്യധാര മാറൂഫ് റഷീദ് എന്ന് പറഞ്ഞിട്ട് 2 പ്രമുഖ കാറ്ററിംഗുകാരുണ്ട്. അവര് കണ്ണൂർക്കാണ്. അറക്കൽ ഫാമിലിയാണ് ഈ മാറൂഫ് എന്ന് പറയുന്നത്. സ്ഥിരം സഞ്ചാരി. ഈ യാത്രകളുടെ ലക്ഷ്യം എന്താണെന്നൊക്കെ പോകുന്നതിന് ലക്ഷ്യങ്ങൾ? അത് ചെറുപ്പത്തിലുള്ള ഒരു സ്വപ്നങ്ങളാണ്. ഞാൻ ഈ റൊട്ടിയെല്ലാം തലയിൽ വെച്ചപ്പോൾ ഇഷ്ടപ്പെട്ട രാജ്യം ഏതാണ്? ഫ്രാൻസാണ്. ഫ്രാൻസ്. എന്തുകൊണ്ട് ഫ്രാൻസിനെ എങ്ങനെ ഇഷ്ടപ്പെട്ടു? ഫ്രാൻസ് ഭയങ്കര സൗന്ദര്യമാണ്. ലോകത്തുള്ള മുഴുവൻ ആൾക്കാരും ഈഫിൽ ടവറിനടുത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും. അതാണ് വളരെ ഒരു പ്രത്യേകത. ദുബായിലും അതേപോലെ തന്നെ. ദുബായിൽ പോയി 218 രാജ്യങ്ങളിലെ മനുഷ്യർ താമസിക്കുന്നുണ്ട്. ഓരോ വേലി പോയി കഴിഞ്ഞാൽ അവിടെ ഫിലിപ്പീനിയൻ കാണാം, കറാമി പോയി കഴിഞ്ഞാൽ മലയാളികളെ കാണാം. പിന്നെ ഷെയ്ഖ് സാറിൽ പോയ ഇംഗ്ലീഷുകാരുടെ ഹബ്ബ്. 2 വർഷമായിട്ട് ഇപ്പൊ എല്ലാ വർഷവും ദുബായിൽ വരാം. എല്ലാ വർഷവും ദുബായിൽ. പിന്നെ സിംഗപ്പൂർ, മലേഷ്യ, തായ്ലാൻഡ്. ഏത് രാജ്യത്തെ ഭക്ഷണമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഭക്ഷണം തുർക്കി പോയിട്ടില്ലേ? തുർക്കി പോകണം. ഭക്ഷണങ്ങളുടെ സംഭവം. കാരണം ഞാൻ പോയിട്ടുള്ളതാണ്. ഈ പറഞ്ഞ രാജ്യങ്ങളിൽ 10-23 രാജ്യങ്ങൾ ഞാനും പോയിട്ടുള്ളതാണ്.
അപ്പോൾ അതെന്തായാലും അടിയന്തരമായിട്ട് തുർക്കി പോകണം. കാരണം ഇസ്താംബൂളിൽ ആ ഹെഡ് ക്വാർട്ടറിൽ പോകണം. കാരണം ചരിത്രം ഉറങ്ങുന്ന ഒരു മണ്ണാണ്, ഏറ്റവും രസകരമായ ഭക്ഷണ സംസ്കാരമുള്ള ഒരു മണ്ണാണ്. യെസ്, അതായത് രാജ്യങ്ങൾ പോയി കഴിഞ്ഞാൽ അതാതിന്റെ ഹോട്ടലിൽ നമ്മൾ എന്തായാലും പോയിട്ട് മുഖ്യധാര ഹോട്ടലിൽ കഴിയും. താമസമൊക്കെ ഇപ്പൊ 5 സ്റ്റാർ ഹോട്ടലുകളാണ്. തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഹോട്ടലിൽ താമസിക്കും. കൂടെ ഉണ്ടാവും സഹോദര തുല്യനായിട്ട് എല്ലാ ആൾക്കാരും എപ്പോഴും ഉണ്ടാവും. പിന്നെ എന്നെ മുഖ്യധാര ഈ യാത്രയിലേക്ക് ഏറ്റവും കൂടുതൽ എന്നെ കൊണ്ടുപോകാൻ സഹായിച്ചത് PP നാസർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, സഹോദരനാണ്. സഹോദരനാണ്. പിന്നെ ഈ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് പറയുന്നത് തന്ന എൻ്റെ ഒരു സഹോദരനുണ്ട്, PP നാസർ. അദ്ദേഹമാണ് കിച്ചണാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെ കേരളം മുഴുവൻ ചെയ്യാറുണ്ട്. ഞങ്ങൾ ഇപ്പൊ ലാസ്റ്റ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, കാസർഗോഡ് മംഗലാപുരം വരെ, തമിഴ്നാട്, കർണാടക പിന്നെ ചെയ്തിട്ടുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ ഇപ്പൊ 3 ബെൽറ്റിലാണ് ചെയ്യുന്നത്. കിച്ചൺ സെൻട്രലൈസ്ഡ് ആണ്. സെൻട്രലൈസ്ഡ് കിച്ചണിലാണ് വർക്കെല്ലാം നടക്കുന്നത്. ഇപ്പൊ എത്ര തൊഴിലാളികൾ? ഒരു 10-500 പേരുണ്ടാവില്ലേ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും? 100-300 പേര് എന്തായാലും ഉണ്ടാവും ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ കാറ്ററിംഗിന്റെ ആ ഒരു ഇതനുസരിച്ചായിരിക്കും എംപ്ലോയീസിന്റെ എണ്ണം. ചീഫ് ഷെഫ് ആരാ ശരിക്കും നിങ്ങൾക്ക്? അങ്ങനെ ജ്യേഷ്ഠന്റെ മകനാണ് കിച്ചൺ മാനേജ് ചെയ്യുന്നത്. പിന്നെ മറ്റേ ഔട്ട്ഡോർ ചെയ്യുന്നത് അനീഷ് എന്നെ കൂടെ. നിങ്ങളിപ്പോ സൂപ്പർവൈസിംഗ് മാത്രമേ ഉള്ളൂ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല, ഞാനിപ്പം നാട്ടിൽ എത്തിയതേ ഉള്ളൂ. ഇനിയിപ്പം ഉള്ള സമയങ്ങളിലൊക്കെ ഞങ്ങൾ എവിടേക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്? കണ്ണൂരിലാണ്, തളാപ്പിൽ. അപ്പൊ കൊച്ചിയിൽ പരിപാടി വരുമ്പോൾ എങ്ങനെയാ ഭക്ഷണം? കൊച്ചിയിൽ നമ്മുടെ കാറ്ററിംഗ് സംഘടനയുടെ ആളുടെ അവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ സൗകര്യങ്ങളാക്കി തരാം. തിരുവനന്തപുരം പോയി കഴിഞ്ഞാൽ ചെറുത് എത്ര പേര് പരിപാടി വരെ എടുക്കുക? ചെറുത് നമ്മൾ എടുക്കൽ കുറവാണെങ്കിലും ഒരു 50 മുതൽ മേലോട്ട് എത്ര ആളാണെങ്കിലും എടുക്കും. എങ്ങനെയുണ്ട് ഈ ഫീൽഡിലെ പുതിയ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ? പുതിയ കാലഘട്ടത്തിലെ മാറ്റം ഞങ്ങൾക്ക് ഇപ്പം എല്ലാം യൂത്താണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. അതിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതെങ്ങനെയാ അതിന്റെ ഒരു പൾസ് എങ്ങനെയാണ്? അത് വെച്ചാൽ ഇപ്പം നമ്മൾക്ക് വരുന്ന എൻക്വയറി കാണുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയ എന്നല്ലോ ആൾക്കാർ എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മളെ വീഡിയോസും കാര്യങ്ങളും കാണുമ്പോൾ എൻക്വയറി വരുന്നതൊക്കെ ഒന്നെങ്കിൽ ഗ്രൂം അല്ലെങ്കിൽ ബ്രൈഡ് അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ട് ഭക്ഷണം മാത്രമേ ഉള്ളൂ, ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ഒരു വീട്ടിൽ കല്യാണം നടത്തണം, ഭക്ഷണം നിങ്ങളെ ഏൽപ്പിച്ചു, പന്തൽ വേറെ ആളെ ഏൽപ്പിച്ചു, ലൈറ്റ് വേറെ, അങ്ങനെ ചെയ്യണോ? അതെല്ലാം ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തു കൊടുക്കും. കാരണം ഞങ്ങളെ കീഴിൽ തന്നെ ഉണ്ട്, ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാം ഒറ്റ കുടക്കീഴിൽ നിങ്ങൾ കൊടുക്കും. ടേസ്റ്റും മലബാറിൽ വന്നാൽ മതി. എന്തൊക്കെ ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ട്? ഏതൊക്കെ ഫംഗ്ഷൻ? കല്യാണം മാത്രമാണോ? മരണം ചെയ്തിട്ടുണ്ടോ? അടിയന്തരം? അതേതോ സിനിമയില് ദിലീപ് പറയുന്ന പോലെയാണോ? മരണം ചെയ്യാറുണ്ടോ? ഒരുപാട്. മരണത്തിൽ ഏതൊക്കെ രംഗം കടന്നു വരിക? മരണത്തിലുള്ള വിഭവങ്ങൾ കുറവാണെങ്കിലും പഠിച്ചു ചെയ്തത് ഒരു കല്യാണം സദ്യ പോലെ തന്നെ, അല്ല ഒരു കല്യാണം പോലെ തന്നെ അദ്ദേഹം ചെയ്തു. മരണം ചെയ്തു. എവിടെയത്? അത് തളാപ്പിലൊരു വീട്ടിൽ വെച്ചു. എനിക്ക് തോന്നുന്നു 1ാം വാർഷികം അങ്ങനെ എന്തോ തോന്നുന്നു. എത്ര പേർക്ക് ഫുഡ് കൊടുത്തു? എനിക്ക് തോന്നുന്നു 1500 പേർക്ക് അദ്ദേഹം ഭയങ്കര സദ്യയാണോ കൊടുത്തത്? അല്ല, അടിപൊളി. എന്താ കൊടുത്തത്? ബിരിയാണി മുതൽ എല്ലാം ഇപ്പോഴത്തെ എല്ലാ ഫുഡും 1500 പേർക്ക്. അദ്ദേഹം ഒരു വിഭവസമൃദ്ധമായ ഭക്ഷണം. അദ്ദേഹത്തിന് ആരാ മരണപ്പെട്ടത്? അദ്ദേഹം ഈ അച്ഛൻ മരിച്ചിട്ട് അദ്ദേഹം പിന്നെ മക്കളൊക്കെ തന്നെ ഭയങ്കര സമ്പന്നന്മാരായതുകൊണ്ടും അച്ഛനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ അച്ഛന്റെ സുഹൃത്തുക്കൾക്ക് നാട്ടുകാർക്ക് വിഭവസമൃദ്ധമായ സദ്യ അല്ലെ? അതാണ് മരണമായി ബന്ധപ്പെട്ട്. പിന്നെ വേറെന്താണ്? കല്യാണങ്ങള്, ജനനം മുതൽ മരണം വരെ. ഭാര്യ ഒളിച്ചോടി പോയാലൊക്കെ സൽക്കാരം നടത്തിയിട്ടില്ല. 2ഉം 3ഉം കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിച്ച തന്നെ 2ാമത് കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, 3ാമത് കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് തന്നെ ഒരാളുടെ 3 കല്യാണം കാറ്ററിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ കൊണ്ട് കാറ്ററിംഗ് നടത്തിയ 3 കല്യാണം കഴിക്കാം അല്ലേ? അല്ല, അത് വളരെ റയറാണ്. ഏതോ ഒരു വീഡിയോ കണ്ടായിരുന്നു, ഭാര്യ ഒളിച്ചോടി ഇപ്പൊ വലിയ ആഘോഷമായിട്ട് കാറ്ററിംഗ് വലിയ യൂണിറ്റുകാരെ വിളിച്ച് നടത്തിയത്. അങ്ങനെ വ്യത്യസ്തമായ ഏതെങ്കിലും കാറ്ററിംഗ് ഓർമ്മയുണ്ടോ? സന്തോഷം കൊണ്ട്, ദുഃഖമാണെങ്കിലും സന്തോഷം കൊണ്ട് നടത്തുന്ന മരണമല്ലാത്ത മറ്റാഘോഷങ്ങൾ ഇല്ല. അങ്ങനെ നോക്കാൻ കഴിയുന്നില്ല. ആണാണോ കല്യാണം പെണ്ണിന്റെയാണോ ഒന്നും നമ്മൾക്കറിയില്ല. നമ്മൾ പോകുന്ന ഭക്ഷണം വിളമ്പുന്നത് വരുന്നത് ബന്ധങ്ങൾ. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ വില തന്നെ, വെളിച്ചെണ്ണ പോലത്തെ സാധനങ്ങൾക്ക് എല്ലാ സാധനത്തിനും ഭയങ്കര വില വർധന ബാധിച്ചിട്ടുണ്ട്. രുചിയുടെ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ ഏറ്റവും ഇപ്പോ വലിയ സാധ്യത
ഭയങ്കര പ്രശ്നമാണ്. കാരണം എല്ലാവരും ഒരുപാട് കഴിക്കുന്നത്. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിലൊരു കല്യാണമോ 2 മാസം കൂടുമ്പോൾ കല്യാണം, ഇപ്പോൾ ആഴ്ചയിൽ 3 കല്യാണത്തിൽ പങ്കെടുക്കുന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഒരുപാട് നന്നായി ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ വേറെ ഏതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇതിനകത്ത് തന്നെയാണ്. പിന്നെ മറ്റു സഹോദരങ്ങളോ? എഞ്ചിനീയർ ആണ്, ബ്രദർ എഞ്ചിനീയർ ആണ്. എല്ലാവരും വിവാഹിതരാണ്. നിങ്ങളെ എത്രാമത്തെ ആളാ? മൂന്നാമത്തെ ലാസ്റ്റ്. ഏറ്റവും ലാസ്റ്റാണ് നിങ്ങളുടെ മൂത്തയാള്? ബ്രദർ എഞ്ചിനീയർ ആണ്, കുവൈറ്റില് ഒരു അമേരിക്കൻ കമ്പനിയിൽ എഞ്ചിനീയർ ആയിട്ട്. പിന്നെ അക്കൗണ്ടന്റ് ആണ്. ഇപ്പൊ ഉപ്പാന്റെ തന്നെ കാര്യങ്ങൾ നടത്തുന്നത്. യെസ്. അപ്പൊ റൊട്ടി വിറ്റ് നടന്ന ഉമ്മറിന്റെ മക്കൾ 3 പേരും ഉന്നത വിദ്യാഭ്യാസം നേടിയിരിക്കുന്നു. ഈ 3 പേരും പിതാവിനോടൊപ്പം പിതാവിന്റെ വെപ്പക്കാരിൽ നിന്ന് തുടങ്ങി കാറ്ററിംഗ് രംഗത്തെ അതികായകനായി വളർന്ന ഉമ്മറിനോടൊപ്പം, ഉമ്മർ പാറപ്പുറം വിട്ടുപേരായിരിക്കും, പാറപ്പുറത്തിനൊപ്പം സഞ്ചരിക്കുന്നു. ഇതെന്ന് ചില പാഠങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. പറഞ്ഞിട്ടില്ല, കടന്നു വന്ന വഴികൾ 1, 2, 3, 4 അല്ല. അപ്പോൾ ചിലർ ഒന്നിൽ പരാജയപ്പെട്ട പറയൂ മടുത്തു, ജീവിതം മടുത്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ മടുക്കാതെ സഞ്ചരിച്ചാൽ ഒടുവിൽ നമ്മളെ കാത്ത് ആ പദവി ഇരിക്കുന്നുണ്ടാവും, ഒരു റോയൽ ടച്ച്. നിങ്ങൾ ആലോചിക്കണം, മണൽ തിട്ടയിലെ കഥ പറഞ്ഞില്ല, അവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലിൽ ശീതീകരിച്ച മുറിയിൽ ഇരിക്കുമ്പോഴും ഉമ്മർ കൂടെ സഞ്ചരിച്ചവരെ മറക്കുന്നില്ല എന്നത് വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഇത് ഒരു അനുഭവമാണ്. ഇനി ഉമ്മറിൽ നിന്ന് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. എന്താണ് പ്രേക്ഷകരോട്? എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ വർഷത്തിൽ 1 or 2 പ്രാവശ്യം ഞാൻ ടൂർ കൊണ്ടുപോകും സ്റ്റാഫിനെ. അവർക്ക് എവിടെ ആഗ്രഹം അവിടെ പോവും. അവരെ എല്ലാ ചെലവും 100% എല്ലാ ചെലവും. പ്രേക്ഷകരോട് എന്താണ് ഉമ്മർ ഈ ജീവിതം നൽകിയ കരുത്തിൽ നിന്ന് പ്രേക്ഷകരോട് എന്താ പറയുക? തീർച്ചയായിട്ടും കഠിനാധ്വാനം. 20, 22, 24 മണിക്കൂർ, ചിലപ്പോൾ 44 മണിക്കൂറും 72 മണിക്കൂറും തുടർച്ചയായി പണിയെടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം. എന്താണ് ഉപ്പാന്റെ ജീവിതം നൽകിയ സന്ദേശം? എന്താണ് ഉപ്പാൻ്റെത്? പൊതുവെ തന്നെ ഉപ്പ കഠിനാധ്വാനവും ഉപ്പ എന്താ പറയുക ഫോർകാസ്റ്റ് ചെയ്യുന്നത് ഭാവിയിൽ എങ്ങനെയായിരിക്കും, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന് ഇപ്പൊ എപ്പോഴും ഫോളോ ചെയ്യലുണ്ട്, തോന്നാറുണ്ട് എല്ലാ കാര്യങ്ങളും. യെസ്. അപ്പോൾ നമ്മുടെ സമയം തീരുകയാണ്. പ്രേക്ഷകരെ, ഞാൻ നിങ്ങളോട് കൂടുതലൊന്നും പറയുന്നില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു മനുഷ്യൻ രൂപപ്പെടുന്നത് എങ്ങനെ, ഒരു മനുഷ്യൻ ജീവിതത്തിൽ അച്ചീവ് അതിൻ്റെ കാൽപ്പാടുകൾ പതിയുന്നത് എവിടെയൊക്കെയാണ്. ചുട്ടുപൊള്ളുന്ന മണൽ കാലുകൾ ഉറപ്പിക്കാൻ കഴിയാവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മുന്നിൽ നിന്നുള്ളത്. വളർന്ന് പന്തലിച്ചിരിക്കുകയാണ് കേരളം മുഴുവൻ, ഇതര സംസ്ഥാനങ്ങളിൽ 10-30 രാജ്യങ്ങൾ, 10-300 തൊഴിലാളികൾ. അങ്ങനെ വളരാൻ നമുക്കും സാധിക്കും. പക്ഷെ ഒന്ന് വേണം, നിശ്ചയദാർഢ്യം, കഠിനാധ്വാനം. എന്തായാലും പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ ഈ കുടുംബത്തെ സമർപ്പിക്കുകയാണ്. നിങ്ങൾ കേൾക്കുക, നിങ്ങൾ കാണുക, നിങ്ങൾ വിലയിരുത്തുക. പ്രേക്ഷകർക്കും ഒപ്പം പങ്കെടുത്ത ഉമ്മറിനും മകൾക്കും സുൽത്താനയ്ക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.